എന്താണ് സ്പെക്ട്രോസ്കോപ്പി? നമ്മളിത് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നൊരു ടേം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഒരുപാട് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് മോസ്ബിയർ ഉണ്ടായിരുന്നു, യു വി വിസിബിൾ ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, രാമൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെ, മൈക്രോവേവ്, NMR, ESR, റൊട്ടേഷൻ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വൈബ്രേഷൻ അല്ലെ. അപ്പോൾ എന്താണ് നമുക്ക് ഇതിപ്പോൾ നമ്മൾ സ്പെക്ട്രോമീറ്ററിനെയും സ്പെക്ട്രോഫോട്ടോമീറ്ററിനെയും പറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. Spectroscopy is the study of how matter interact with the electromagnetic radiation. When light hits a sample, it can be absorbed, reflected, or emitted. By measuring this interaction, we can identify what substances are present and how much of them exist. ഒന്നുമില്ല, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പം ഈ റേഡിയേഷൻസിനെ നമ്മുടെ മാറ്റർ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് ഈ നമ്മൾ എടുത്തേക്കുന്ന കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ എടുത്തേക്കുന്ന സാമ്പിൾ എന്താണോ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇതിനെയാണ് നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. സ്പെക്ട്രം കിട്ടുന്നു, അതിൻ്റെ സ്റ്റഡിയാണ് ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പി. വൈ ഡു വി സ്റ്റഡി സ്പെക്ട്രോസ്കോപ്പി? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്നത്? ഒന്ന്, ടു ഐഡൻറ്റിഫൈ അൺനോൺ സബ്സ്റ്റൻസ്. ഏതെങ്കിലും നോൺ അല്ലാത്ത, നമുക്ക് അറിഞ്ഞൂടാത്ത ഒരാളുണ്ടെങ്കിൽ അയാളെ പറ്റി മനസ്സിലാക്കാനായിട്ട്. രണ്ട്, ടു ഡിറ്റർമൈൻ ദ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റീരിയൽ. നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയലിൻ്റെ കോൺസെൻട്രേഷൻ അനലൈസ് ചെയ്യാം. ബിയർ ലംബേഴ്സിൽ അല്ലേ. ടു അണ്ടർസ്റ്റാൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. IR സ്പെക്ട്രോസ്കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് റീജിയനും ഡബിൾ ബോണ്ട് ഉണ്ടോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ടു സ്റ്റഡി കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട്. ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എവറി ആറ്റം ആൻഡ് മോളിക്യൂൾ ഇൻട്രാക്ട് വിത്ത് ലൈറ്റ് ഡിഫറൻ്റ്ലി, ക്രിയേറ്റിംഗ് എ യുണീക്ക് ഫിംഗർ പ്രിന്റ് ദാറ്റ് വി ക്യാൻ മെഷർ. ഓരോ ആറ്റംസും റേഡിയേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അതുവഴി നമുക്ക് യൂണീക്കായിട്ടൊരു ഐഡിയ കിട്ടും. എന്താണ് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ആറ്റം ഏതാണ് എന്നൊരു യൂണീക്ക് ഐഡിയ നമുക്ക് ഓരോ ഇൻട്രാക്ഷനെയും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞായിരുന്നു അല്ലേ. എന്തായിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഒന്നിടവിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന, പ്രത്യേകിച്ച് എന്തിൻ്റെ ആവശ്യമില്ല, മീഡിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത റേഡിയേഷൻ. ശരിയല്ലേ? കോസ്മിക് റേ ഉണ്ട്, ഗാമാ റേ ഉണ്ട്, എക്സ്റേ ഉണ്ട്, UV ഉണ്ട്, വിസിബിൾ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ് ഉണ്ട്. ഏറ്റവും എനർജി കൂടിയ ആൾ കോസ്മിക് റേ, എത്തത്തില്ല, പുറത്ത് കിടക്കുക. പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഗാമാ റേ ആണ്. ഓക്കെ, ഗാമാ റേ ആണ് നമ്മൾ മോസ്ബിയർ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചത്. ന്യൂക്ലിയസിൻ്റെ എക്സൈറ്റേഷൻ അവിടെ നടക്കുന്നത്. അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റഡി ചെയ്യാനൊക്കെയാണ് നമ്മൾ മോസ്ബിയർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് റേഡിയോവിനാണ്. ഏറ്റവും എനർജി കുറഞ്ഞ വേവ് ലെങ്ത് കൂടിയ ട്രാൻസിഷൻ റേഡിയോ വേവ്സ് ആണ്. ശരിയല്ലേ? ഓക്കെ, മൂവിങ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ല, സ്പെക്ട്രോമീറ്റർ. UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ, അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, നോക്കാം. എന്താണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി? നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ദിസ് ടെക്നിക്സ് മെഷേഴ്സ് ഹൗ മച്ച് അൾട്രാവയലറ്റ് ആൻഡ് വിസിബിൾ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സാമ്പിൾ. എത്രത്തോളം അൾട്രാവയലറ്റ് അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷനെ നമ്മുടെ സാമ്പിൾ അബ്സോർബ് ചെയ്യുന്നു, അതിനെയാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവിടെ നടക്കുന്നത് നമ്മളുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസും രാമൻ സ്പെക്ട്രോസ്കോപ്പിയൊക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 200 മുതൽ 400 നാനോമീറ്റർ വരെ UVക്കും 400 മുതൽ 800 നാനോമീറ്റർ വരെ വിസിബിളിനും. അപ്പോൾ ഇൻ എഫക്റ്റ് ടോട്ടൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ റേഞ്ച് 200 മുതൽ 800 നാനോമീറ്റർ വരെയാണ്. 200 to 400 UVയും UVയെക്കാട്ടി കുറച്ചും കൂടെ കൂടുതലാണ് വേവ് ലെങ്ത് ആർക്ക് വിസിബിളിന്. കാരണം UVക്കാണ് എനർജി കുറവ്, വിസിബിളിന് UVക്കാണ് എനർജി കൂടുതൽ. UVയെക്കാട്ടിയും എനർജി കുറവാണ് വിസിബിളിന് കേട്ടോ. UV വിസിബിൾ, പിന്നെ ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ. നെക്സ്റ്റ്, ബേസിക് കമ്പോണൻസ്. അതായത് സ്പെക്ട്രോസ്കോപ്പിയില്ല നമ്മൾ പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പ് പഠിച്ചു കഴിഞ്ഞു. സ്പെക്ട്രോസ്കോപ്പിയുടെ കമ്പോണൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്പെക്ട്രോസ്കോപ്പി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കമ്പോണൻസ് അതിനകത്തുണ്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം ഇലക്ട്രോണിക് ട്രാൻസിഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനാണ് നമ്മൾ, അനലിറ്റിക്കലാണ്, ഇൻസ്ട്രുമെൻറ്റേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബേസിക് കമ്പോണൻസ്. ആദ്യമുള്ളത് ലൈറ്റ് സോഴ്സ് ആണ്.
കാരണം യു വി വിസിബിൾ റേഡിയേഷനെ എമിറ്റ് ചെയ്യണമല്ലോ. ആ റേഡിയേഷൻ ആണല്ലോ നമ്മുടെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ വന്നാലല്ലേ അത് നടക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ട സോഴ്സ് അതിലൊന്ന് ഡ്യൂട്ടീരിയം ലാമ്പാണ്. ഡ്യൂട്ടീരിയം ലാമ്പാണ്. ഈ ഡ്യൂട്ടീരിയം ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് യു വി വിസിബിൾ രണ്ടിനെ എമിറ്റ് ചെയ്യണം. നമ്മൾ യു വി റീജിയനാണ് ഡ്യൂട്ടീരിയം ലാമ്പ് യൂസ് ചെയ്യുന്നത്. യു വി റീജിയൻ പഠിച്ചു വെച്ചോണം, എക്സാമിന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സ്. ഇവിടെ നമുക്ക് ലൈറ്റ് സോഴ്സ് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് സോഴ്സ് യു വിക്കാണെങ്കിൽ ഡ്യൂട്ടീരിയം ലാമ്പും വിസിബിളിനാണെങ്കിൽ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പും ആണ്. യു വിക്കാണെങ്കിൽ ഡ്യൂട്ടീരിയം ലാമ്പും വിസിബിളിനാണെങ്കിൽ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പും ആണ്. അപ്പോൾ യു വിക്ക് ടങ്സ്റ്റൺ ഓർ ഹാലജൻ ലാമ്പ്, ബട്ട് യു വിക്ക് ഡ്യൂട്ടീരിയം ലാമ്പും വിസിബിളിന് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഹാലജൻ ലാമ്പ് പഠിച്ചു വെച്ചോളൂ. യു വിക്കാണെങ്കിൽ ഡ്യൂട്ടീരിയം ലാമ്പും ടങ്സ്റ്റൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഹാലജൻ ലാമ്പ് ഫോർ വിസിബിൾ റീജിയൻ ഫോർ ടങ്സ്റ്റൺ ഓർ ഹാലജൻ ലാമ്പ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. മോണോക്രോമാറ്റർ. ഇതെന്ത് ഈ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കേൾക്കുന്ന ഒരു ടേമായി മോണോക്രോമാറ്റർ കേട്ടോ. മോണോക്രോമാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ വേവ് ലെങ്ത്. പല പല വേവ് ലെങ്ത് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു ക്ലാസിഫൈ ചെയ്യുന്ന ആളാണ് ഈ മോണോക്രോമാറ്റർ. യൂസ് പ്രിസം ഓർ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ്. പ്രിസം ഉപയോഗിച്ചോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ ഈ ഒരു സെപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. കാരണം വൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ പ്രിസത്തിനകത്തൂടെ അല്ലേ നമ്മൾ ലൈറ്റിനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 7 കളേഴ്സായിട്ട് ഈ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നതാണേ. മറ്റേ പ്രിസം എടുത്ത് അപ്പോഴത്തെ വൈറ്റ് സർഫസ് വരില്ല, അപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ നമുക്ക് മഴവില്ല് കിട്ടുന്നത് സംഭവം. അതെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം നമ്മളിപ്പോൾ പഠിക്കുന്ന സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നല്ല, സ്പെക്ട്രോമീറ്റർ എന്താണെന്നാണ്. എന്താണ് അതിൻ്റെ ടെക്നിക്ക്, എന്താണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ. കാരണം നമ്മളിപ്പോൾ അനലിറ്റിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനാലിസിസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് ലൈറ്റ് സോഴ്സ് ആണ്. കാരണം യു വി റേഡിയേഷനെയും വിസിബിൾ റേഡിയേഷനെയും കൊടുക്കുന്ന ലൈറ്റ് സോഴ്സ്. അതിൽ യു വി റേഡിയേഷനെ കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഡ്യൂട്ടീരിയം ലാമ്പാണ്. ഡ്യൂട്ടീരിയം ലാമ്പ് യു വി റേഡിയേഷനെ കൊടുക്കാനാണ്. രണ്ടാമത്തുള്ളത് വിസിബിൾ റേഡിയേഷൻ ആണെങ്കിൽ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഹാലജൻ ലാമ്പാണ്. അപ്പം യു വി റേഡിയേഷന് കൊടുക്കാൻ ഡ്യൂട്ടീരിയം ലാമ്പും ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഹാലജൻ ലാമ്പ് ഫോർ വിസിബിൾ റേഡിയേഷൻ. അപ്പോൾ അത് രണ്ടും സെറ്റായി. ലൈറ്റ് സോഴ്സ് ഓക്കെ. രണ്ടാമത്തത് ഈ ലൈറ്റിൽ നിന്ന് വരുന്ന റേഡിയേഷനെ, നമുക്ക് യു വി ആയിരിക്കും കൂടുതലും വരുന്നത്. എന്നാലും മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു എന്താ പറയേണ്ട ഒരു വാക്ക് ആവശ്യമുള്ള അതിനെ കളയുന്നൊരു ഫിൽട്ടറാണ് ആക്ച്വലി മോണോക്രോമാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫിൽട്ടർ ചെയ്ത് വേണ്ട റേഡിയേഷനെ മാത്രം കടത്തിവിടുന്നു. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് പ്രിസമോ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സാമ്പിൾ ഹോൾഡർ ആണ് കർവറ്റ്. ഇത് സാമ്പിളിലോട്ടാണല്ലോ നമ്മൾ റേഡിയേഷനെ കടത്തിവിടുന്നത്. അപ്പോൾ ആദ്യം റേഡിയേഷൻ ഒരു സോഴ്സ്, മോണോക്രോമാറ്റർ ഫോർ സെപ്പറേഷൻസ്, ദെൻ ഫോർ നമ്മളുടെ സാമ്പിൾ. അപ്പം ഈ വരുന്ന റേഡിയേഷൻസ് മോണോക്രോമാറ്റർ അതിനെ സെലക്ട് ചെയ്ത് സാമ്പിളിലോട്ട് കടത്തിവിടും. ഓക്കെ, സാമ്പിൾ ഹോൾഡർ അല്ലെങ്കിൽ കർവറ്റ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് ക്വാർട്സ് ഫോർ യു വി, ഗ്ലാസ് ഫോർ വിസിബിൾ. വിസിബിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസും, യു വി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സും ആയിരിക്കും. അപ്പോൾ യു വി ആണെങ്കിൽ നമ്മൾ ക്വാർട്സ് യൂസ് ചെയ്യുന്നു, വിസിബിൾ ആണെങ്കിൽ നമ്മൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നു. അപ്പം പ്രത്യേകം മനസ്സിലാക്കും, ലൈറ്റ് സോഴ്സ് മനസ്സിലാക്കി വെച്ചേക്കുക. ഡ്യൂട്ടീരിയം ലാമ്പാണ് യു വിക്ക്, വിസിബിളിന് നമ്മൾ ഹാലജൻ ഓർ ടങ്സ്റ്റൺ ലാമ്പാണ്. രണ്ടാമത് നമ്മൾ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അത് സെപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പ്രിസമോ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗോ ആയിരിക്കും യൂസ് ചെയ്തത്. മൂന്നാമത്തെ സാമ്പിൾ ഹോൾഡർ ആണ്. സാമ്പിൾ ഹോൾഡറിനെ കർവറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അത് യു വിക്കാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സും, വിസിബിളിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസും ആയിരിക്കും. ക്വാർട്സും ഗ്ലാസും. ഓക്കെ, ഹോൾഡ്സ് ദ ലിക്വിഡ് സാമ്പിൾ. ലിക്വിഡ് സാമ്പിളിനെ ഹോൾഡ് ചെയ്യുന്നു. ഡിറ്റക്ടറാണ്. ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, PMT. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ് ആയിരിക്കും. കൺവേർട്സ് ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇവർ രണ്ടുപേരും ഈ ലൈറ്റിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്തിനെടുക്കുന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എങ്കിലേ എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ലൈറ്റ് സോഴ്സായി, മോണോക്രോമാറ്ററായി, സാമ്പിൾ ഹോൾഡറായി, ഡിറ്റക്ടറായി. ഡിറ്റക്ടർ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബും ഫോട്ടോ ഡയോഡ്. ക്ലിയർ ആണല്ലോ? സാമ്പിൾ ഹോൾഡർ ക്വാർട്സ് ഫോർ വിസിബിളും യു വിയും, ഗ്ലാസ് ഫോർ വിസിബിളും. ലൈറ്റ് സോഴ്സ് ഡ്യൂട്ടീരിയം ലാമ്പ് ഫോർ യു വി റേഡിയേഷനും, ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഹാലജൻ ഫിലമെന്റ് ഫോർ നമ്മളുടെ വിസിബിൾ. നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അതാ നമ്മുടെ യു വി വിസിബിൾ സ്പെക്ട്രോമീറ്റർ. ലൈറ്റ് പാസസ് ത്രൂ ദി സാമ്പിൾ. ലൈറ്റ് പാസ് ചെയ്തിട്ട് ലൈറ്റ് സോഴ്സ് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മോണോക്രോമാറ്റർ നേരെ നമ്മുടെ സാമ്പിളിൽ എത്തുന്നു. ലൈറ്റ് പാസസ് ത്രൂ ദി സാമ്പിൾ. സാമ്പിളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നു.
സാമ്പിൾ മോളിക്യൂൾ അബ്സോർബ് സർട്ടൺ വേവ് ലെങ്ത് അല്ലേ, ചില ഈ വരുന്ന ലൈറ്റിൽ നിന്ന് ചില വേവ് ലെങ്തുകളെ നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്താണോ അത് ചില റേഡിയേഷൻ രീതിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, അതിനാവശ്യമുള്ള ചില റേഡിയേഷൻ രീതിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ടോ, അതിനാവശ്യമുള്ള ചില റേഡിയേഷനെ സെലക്ട് ചെയ്ത് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, റിമൈനിങ് ലൈറ്റ് റീച്ചസ് ടു ഡിറ്റക്ടർ, ബാക്കിയുള്ള ലൈറ്റ് എവിടെ എത്തുന്നു, ഡിറ്റക്ടറിൽ എത്തുന്നു. കാരണം അതിനാവശ്യമുള്ളതിനെ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ ഡിറ്റക്ടറിലോട്ട് കടത്തിവിടുന്നു. ഓക്കെ, കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ദി അബ്സോർബൻസ്, എത്രത്തോളം അബ്സോർബൻസ് ഉണ്ടെന്നുള്ളത്, എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്നുള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ അബ്സോർബൻസിനെ നമ്മൾ നമ്മുടെ ബിയർ ലാംബേർട്സ് ലൈലിട്ട് A=εcl എന്ന് പറയുന്ന ബിയർ ലാംബേർട്സ് ലൈലിട്ട് അബ്സോർബൻസ് അറിയാം, എപ്സിലോണും ലെങ്തും അറിയാം, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നു. സോ A=εcl നമ്മൾ അബ്സോർബൻസ് നമ്മുടെ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്തോളും എത്രത്തോളം ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം εcl ഇട്ട് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം സാമ്പിൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ എത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ലൈറ്റിനെ നമ്മൾ ലൈറ്റ് സോഴ്സ് വഴി ഒന്നില്ലെങ്കിൽ ഡ്യൂട്ടീരിയം ലാമ്പോ അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഹാലജൻ ഫിലമെന്റോ, ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഹാലജൻ ഫിലമെന്റ് ഇത് വെച്ചിട്ട് നമ്മൾ UV വിസിബിൾ റേഡിയേഷനെ കടത്തിവിടുന്നു. അതൊരു മോണോക്രോമാറ്റ് വഴി സെലക്ട് ചെയ്യുന്നു, സാമ്പിളിലോട്ട് ചെല്ലുന്നു, സാമ്പിൾ വേണ്ട റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, അത് ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബോ ഫോട്ടോ ഡയോഡോ ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എത്രയാണ് അബ്സോർബൻസ് എന്നുള്ളത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റി കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ അബ്സോർബൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നു. സെറ്റ്. ഓക്കെ, ഇതാണ് ബിയർ ലാംബേർട്സിലെ A=εcl ആണ് കൊടുത്തിട്ടുണ്ട്. A ആണ് നമ്മുടെ അബ്സോർബൻസ്. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർബിലിറ്റി ആണ്. ഹൗ സ്ട്രോങ്ലി ദ സബ്സ്റ്റൻസ് അബ്സോർബ്, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യും, അത് ഓരോരുത്തർക്കും വാല്യൂസ് ഉണ്ട്. ദെൻ C കോൺസെൻട്രേഷൻ ആണ്. L എന്ന് പറയുന്ന പാത്ത് ലെങ്ത് ആണ്, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് സാമ്പിൾ. പാത്ത് ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് സാമ്പിൾ, രണ്ടും സെയിം തന്നെയാണ്. ഒന്നില്ലെങ്കിൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് സാമ്പിൾ. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൂവിങ് ആപ്ലിക്കേഷൻസ്. ഒന്ന്, ഡിറ്റർമൈനിങ് കോൺസെൻട്രേഷൻ ഓഫ് കളേർഡ് സൊല്യൂഷൻ. കാരണം കളേർഡ് സൊല്യൂഷനകത്ത് നമുക്ക് ടൈട്രേഷൻ വഴിയോ ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യും. സ്റ്റഡിയിങ് കോൺജുഗേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ക്വാളിറ്റി കൺട്രോൾ ഇൻ ഫാർമസ്യൂട്ടിക്കൽ, DNA RNA ക്വാണ്ടിഫിക്കേഷൻ, DNA RNA ക്വാണ്ടിഫിക്കേഷനും ക്വാളിറ്റി കൺട്രോൾ ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്, സ്റ്റഡിയിങ് കോൺജുഗേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, then അതിനൊക്കെ ഡിറ്റർമിനിങ് കോൺസെൻട്രേഷൻ ഓഫ് കളേർഡ് സൊല്യൂഷൻസ്. ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. IR സ്പെക്ട്രോമീറ്റർ, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. നോക്കാം എന്താണ് ഈ IR സ്പെക്ട്രോമീറ്റർ എന്നുള്ളത്. IR സ്പെക്ട്രോസ്കോപ്പി വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ എന്താ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി? IR സ്പെക്ട്രോസ്കോപ്പിയുടെ റീജിയൻ എന്തായിരുന്നു? റീജിയൻ വരുന്നത് ഇൻഫ്രാറെഡ് ആണ് അല്ലേ, ഇൻഫ്രാറെഡ്. അത് വൈബ്രേഷൻസ് വഴിയാണ്. പെർമനന്റ് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഒക്കെ ഉണ്ടായിരിക്കണം. ഹാർമോണിക് അൺഹാർമോണിക് ഓസിലേറ്റർ കൺസെപ്റ്റ് വേണം. ഡെൽറ്റ V +or-1 അല്ലേ, അൺഹാർമോണിക് ആണെങ്കിൽ +or-1 +or-2 അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, IR സ്പെക്ട്രോസ്കോപ്പി മെഷേഴ്സ് ദി വൈബ്രേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട് വെൻ ദേ അബ്സോർബ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അല്ലേ. വൈബ്രേഷൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത് IR സ്പെക്ട്രോസ്കോപ്പിയിൽ. അതിൽ നിന്നാണ് നമ്മൾ അത് കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 2.5 to 25 മൈക്രോമീറ്റർ ആണ്, അല്ലെങ്കിൽ 400 മുതൽ 4000 വരെ. ശരിയല്ലേ? അതിൽ നമ്മൾ പല റീജിയൻസ് ഉണ്ട്. 1600 മുതൽ 1809 വരെ C ഡബിൾ ബോണ്ട്, 400 മുതൽ 1400 വരെ ഫിംഗർ പ്രിന്റ് റീജിയൻ, 2800 to 3000 വരെ എന്ന് പറയുന്നത് നമ്മളുടെ CHOH NH സ്ട്രെച്ചിങ് അല്ലേ, പല രീതിയിലുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്ന്, വെൻ IR ലൈറ്റ് ഹിറ്റ് എ മോളിക്യൂൾ, അതായത് IR ലൈറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒരു മോളിക്യൂളിൽ വന്നാൽ ബോണ്ട് വൈബ്രേറ്റ്, നമ്മുടെ ബോണ്ട് വൈബ്രേഷൻ ചെയ്യാൻ തുടങ്ങും. ആ വൈബ്രേഷൻ അനുസരിച്ച് അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്താലാണ് IR സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നത്. ഈ IR റേഡിയേഷൻ വന്നിട്ടും അവിടെ ഒരു വൈബ്രേഷൻ വരെ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി കാണിക്കാൻ പറ്റത്തില്ല. റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ,
അപ്പം ബോണ്ട് വൈബ്രേറ്റ് ആണ്. ബോണ്ട് വൈബ്രേറ്റ് സ്ട്രെച്ചിങ്ങോ ബെൻഡിങ്ങോ നടക്കുന്നു. ഡൈപോൾ മൂവ്മെന്റ് ചേഞ്ച് വന്നാൽ ഡിഫറെന്റ് ബോണ്ട് അബ്സോർബ് ആയിട്ട് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് അല്ലെ, പല ബോണ്ടും പല പല ഫ്രീക്വൻസീസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഈച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് അബ്സോർപ്ഷൻ. ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും ക്യാരക്ടറിസ്റ്റിക്സ് അബ്സോർപ്ഷൻ വരുന്നു. കാരണം ഓരോരുത്തരും അബ്സോർബ് ചെയ്യുന്ന പല വാല്യൂവിലാണ്. അതിൽ നിന്ന് നമുക്ക് ആൾ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം IR റേഡിയേഷൻ വരുന്നു, അത് നമ്മുടെ മോളിക്യൂളിൽ ഹിറ്റ് ചെയ്യുന്നു. നമ്മുടെ മോളിക്യൂൾ IR റേഡിയേഷന് അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻസ് വഴി ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വരുമ്പോഴാണ് ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് അവർ. അപ്പോഴാണ് ഈ വൈബ്രേഷൻസ് നടക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ റേഡിയേഷൻ എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്നും എന്താണെന്നും ആ വൈബ്രേറ്റ് ചെയ്യുന്ന ആൾ ആരാണെന്നും മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് നോർമലി മോളിക്കുലർ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആണ്. സിമെട്രിക് സ്ട്രെച്ചും ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചും ഉണ്ട്. അതായത് ഇപ്പം എന്താ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി, ഈ ബോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ ബോണ്ട് ഒരേ കണക്ക് വലിച്ചാൽ സിമെട്രിക് സ്ട്രെച്ചിങ്, ഒരേ കണക്ക് ഇതാക്കിയാൽ സിമെട്രിക് സ്ട്രെച്ചിങ്. ഇങ്ങനെയാക്കാം. അസിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരാൾ ഇങ്ങോട്ട് ഒരാൾ വലിക്കുന്നില്ല, അപ്പം രണ്ട് ഡിഫറൻറ്റ് ഇതാക്കി, അതാണ് അസിമെട്രിക്. പിന്നെ ബെൻഡിങ് ഉണ്ട്, സിസറിങ്, റോക്കിങ്, വാഗിങ്, ട്വിസ്റ്റിങ്. ഇതെല്ലാം പല ടൈപ്പ് ബെൻഡിങ്സ് ആണ്, പേരൊടുത്ത് വെച്ചിരുന്നാൽ മതി. ഇതാണ് സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻസ്. ടൈപ്പ് ഓഫ് വൈബ്രേഷൻസിലാണ് സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും വരുന്നത്. ഓക്കെ, കമ്പോണൻസ് ഓഫ് IR സ്പെക്ട്രോമീറ്റർ. IR സ്പെക്ട്രോമീറ്ററിന്റെ കമ്പോണൻസ് ആണ്. ഒന്ന് സോഴ്സ് ആണ്. സോഴ്സ് എന്ന് പറയുന്നത് നേൺസ്റ്റ് ഗ്ലോബർ, റെയർ ഓക്സൈഡ് വെച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഗ്ലോബർ, സിലിക്കൺ കാർബൈഡ് റോഡ്, അല്ലെങ്കിൽ നിക്രോം വയർ, ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന സോഴ്സ്. നേൺസ്റ്റ് ഗ്ലോബർ ഉണ്ട് റെയർ ഓക്സൈഡ്സിൻ്റെ, അല്ലെങ്കിൽ ഗ്ലോബാർ ഉണ്ട് സിലിക്കൺ കാർബൈഡിൻ്റെ. സിലിക്കൺ കാർബൈഡ് മോളിക്കുലർ കാർബൈഡ് ആണ് സിലിക്കൺ കാർബൈഡ്. ദെൻ നിക്രോം വയർ ഉണ്ട്. സാമ്പിൾ ഹോൾഡർ എന്ന് പറയുന്നത് സാൾട്ട് പ്ലേറ്റ്, NaCl or KBr, ട്രാൻസ്പെറൻറ്റ് ടു IR ആണ് സാൾട്ട് പ്ലേറ്റ്സ്. ലിക്വിഡ് സെൽസ് ആകാം, അല്ലെങ്കിൽ KBr പെല്ലറ്റ്സ് ഫോർ സോളിഡ്സ്. ഇതൊക്കെ സാമ്പിൾ ഹോൾഡർ ആണ്. പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഫസ്റ്റ് വൺ നേൺസ്റ്റ് ഗ്ലോബർ ആണ്, നല്ലൊരു പേരാണ്. അത് നമ്മുടെ റെയർ എർത്ത് ഓക്സൈഡ്സിൻ്റെ ആണ്. പിന്നെ ഗ്ലോബാർ ഉണ്ട് സിലിക്കൺ കാർബൈഡ്, ദെൻ നിക്രോം വയർ. പിന്നെ സാമ്പിൾ ഹോൾഡർ സാൾട്ട് പ്ലേറ്റ് ഉണ്ട്, അതാണ് ട്രാൻസ്പെറൻറ്റ് ടു IR, NaCl, KCl. ദെൻ ലിക്വിഡ് സെൽസ്, KBr പെല്ലറ്റ്സ് ഫോർ സോളിഡ്സ്. ഡിറ്റക്ടർ നമുക്ക് 3 ടൈപ്പ് ഡിറ്റക്ടേഴ്സ് ആണ്. അതായത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബും ഫോട്ടോ ഡയോഡും അല്ലായിരുന്നു. ഇവിടെ നമുക്ക് തെർമൽ ഡിറ്റക്ടേഴ്സ് ഉണ്ട്, തെർമൽ കപ്പിൾ അല്ലെങ്കിൽ ബോളോമീറ്റർ. ദെൻ പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടേഴ്സ് ഉണ്ട്, DTGS എക്സാമ്പിൾ ആണ്, ഡീയൂട്ടറേറ്റഡ് ദെൻ ട്രൈഗ്ലൈസിൻ സൾഫേറ്റ്. ദെൻ ഫോട്ടോ കണ്ടക്റ്റീവ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്, MCT, മെർക്കുറി കാഡ്മിയം ടെലുറൈഡ്. ഇതൊക്കെ ജസ്റ്റ് ഡിറ്റക്ടേഴ്സ് ആണ്. ഒന്ന് പേരൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക, വേറെ കാര്യമൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഐഡൻറ്റിഫൈങ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഡിറ്റർമൈനിങ് മോളിക്കുലർ സ്ട്രക്ചർ, ക്വാളിറ്റി കൺട്രോള്, ഫോറൻസിക് അനാലിസിസ്. ജസ്റ്റ് എക്സാമ്പിൾസും എന്താണ് ഡിറ്റക്ടർ എന്നുള്ളതും, ഡിറ്റക്ട് ചെയ്യാനാണ് അല്ലേ, വൈബ്രേഷൻസ് ഡിറ്റക്ട് ചെയ്യാനാണ്, വേറെ കാര്യമൊന്നുമില്ല. പേര് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. സാമ്പിൾ ഹോൾഡർ, സോഴ്സ്, ഡിറ്റക്ടർ. നെക്സ്റ്റ് സ്പെക്ട്രോഫ്ലൂറോമീറ്റർ. ഇങ്ങനൊരു കാര്യം നമ്മൾ കേട്ടില്ല, സ്പെക്ട്രോഫ്ലൂറോമീറ്റർ. UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ ഓക്കെ, IR സ്പെക്ട്രോമീറ്റർ ഓക്കെ. ഇതെന്താ സ്പെക്ട്രോഫ്ലൂറോമീറ്റർ? നോക്കാം. വാട്ട് ഈസ് ഫ്ലൂറസെൻസ്? നമ്മൾ ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ് എന്ന് പറയുന്നത് സ്ഥിരം കേൾക്കുന്ന 2 കാര്യങ്ങളാണ്. ഓക്കെ, അത് ഈ ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജബലോസ്കി ഡയഗ്രാമാണ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ട് കാണും ഈ ഡയഗ്രാം. കാരണം ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയഗ്രമാണ് ഈ ജബലോസ്കി ഡയഗ്രാം എന്ന് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഞാൻ വിളിക്കുന്ന പേര് സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്നാണ്. സിംഗ്ലറ്റ് സ്റ്റേറ്റ് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവലാണ്. ഇതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ലെവലിലോട്ട് പോകുന്നു. സിംഗ്ലറ്റ് 1 S1. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റില്ല, 0 എന്ന് കൊടുക്കും. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ഇരിക്കുന്ന ഒരാള്
എനർജി മേടിച്ചാലേ പോകാൻ പറ്റും, അത് വേറൊരു കാര്യം. ഹയർ ലെവലിലോട്ട് പോകും. ഓക്കെ, അവിടെ അയാൾ വൈബ്രേഷൻ റിലാക്സ് ഇവിടെ വന്നിരുന്നു. അത് റിലാക്സേഷൻ നടന്ന് അവിടുത്തെ ലോവർ ലെവലിലെത്തി. അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ പഴയ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുന്നത്. ഇതിനെയാണ് നിങ്ങൾ ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. ഫ്ലൂറസെൻസ് കളർ കാണിക്കും. അപ്പോൾ ഈ മേടിച്ച റേഡിയേഷൻ അയാൾ പുറത്തോട്ട് കളയും, അപ്പോൾ അയാൾ കളർ കാണിക്കും. പക്ഷെ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടിയും എനർജി കുറവായിരിക്കും തിരിച്ചു വരുമ്പോഴത്തേക്ക്. കാരണം ഇവിടെ ഒരു വൈബ്രേഷണൽ റിലാക്സേഷൻ നടന്നിട്ടുണ്ട്. വൈബ്രേഷണൽ റിലാക്സേഷൻ എന്നാൽ ഇത് തന്നെ ഫോസ്ഫോറസെൻസ് ആകുമ്പോഴത്തേക്ക്, ഫ്ലൂറസെൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ ഫോസ്ഫോറസെൻസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേര് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. ഈ സിംഗിൾ സ്റ്റേറ്റ് ഇരിക്കുന്ന ആള് നമ്മുടെ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് വഴി ഇപ്പുറത്തോട്ട് വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോറസെൻസ്. ഇത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. ഏതാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് സിംഗ്ലറ്റിൽ നിന്ന്. കാരണം സ്പിൻ ചേഞ്ച് ചെയ്യല്ലേ, സിംഗ്ലറ്റ് സ്പിൻ ട്രിപ്ലറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതിന് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഫോസ്ഫോറസെൻസ് നടക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ചു വരികയല്ലേ. ഫ്ലൂറസെൻസ് അങ്ങനെയല്ല, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോക്ക് വരവാങ്ങ് നിൽക്കും. സിംഗ്ലറ്റിനെക്കാട്ടി കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് ട്രിപ്ലറ്റിലാക്കി ഇരിക്കാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നാൽ മതില്ല. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്താലും ഫോസ്ഫോറസെൻസ് അങ്ങനെ തന്നെ കാണും. പക്ഷേ ഫ്ലൂറസെൻസ് അങ്ങനെ കാണുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്താൽ ഫ്ലൂറസെൻസ് അപ്പം നിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ ഈ ഇരുട്ടത്തൊക്കെ മിന്നുന്ന സാധനങ്ങൾ, അതെല്ലാം ഫോസ്ഫോറസെൻസാണ്, ഫ്ലൂറസെൻസ് അല്ല. ഫ്ലൂറസെൻസ് ലൈറ്റ് സോഴ്സ് ഓഫ് ആയാലും അപ്പോൾ ഓഫ് ആവും. പക്ഷേ ഫോസ്ഫോറസെൻസ് അങ്ങനെയല്ല. ലൈറ്റ് ഇട്ടാലും ലൈറ്റ് ഓഫ് ആയാലും ഫോസ്ഫോറസെൻസ് കണ്ടിന്യൂ ചെയ്യും. കാരണം അത് വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. ക്ലിയർ ആണ്? ഇതാണ് ഫ്ലൂറസെൻസ്. ഇത് ജബ്ലോവ്സ്കി ഡയഗ്രമാണ്. പഠിക്കാൻ നമുക്ക് ഇവിടെ ഒന്നുമില്ല, എന്നാലും ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കാം. വാട്ട് ഈസ് ഫ്ലൂറസെൻസ്? When certain molecule absorb UV or visible, they emit light of longer wavelength. This emitted light is called fluorescence. ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നു. ഈ എമിറ്റ് ചെയ്യുന്ന ലോങ്ങർ വേവിലോട്ടുള്ള ലൈറ്റുകളെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. അതായത് എനർജി മേടിച്ച് ഹയർ ലെവലിലോട്ട് പോകുന്നു, തിരിച്ച് പഴയ ലെവലിലോട്ട് തന്നെ വരുന്നു. പ്രോസസ്: മോളിക്യൂൾ അബ്സോർബ് എനർജി മേടിച്ച് മോളിക്യൂൾ എക്സൈറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ മൂവ്സ് ടു ഹയർ എനർജി ലെവലിലോട്ട് പോകുന്നു. ഇലക്ട്രോൺ ലോസ് സം എനർജി ആസ് ഹീറ്റ്. കുറച്ച് എനർജി ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. റിലാക്സേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇവിടം വരെ വന്നാ അപ്പോൾ ഇത് താഴോട്ട് വന്നിട്ട് കുറച്ച് എനർജി ഹീറ്റിന്റെ ഫോമിൽ പുറത്തോട്ടില്ല, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇലക്ട്രോൺ റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. എന്നിട്ട് പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. അതാണ് ഫ്ലൂറസെൻസ്. ഇത് ഇപ്പുറത്തോട്ട് വന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വന്നാൽ ഫോസ്ഫോറസെൻസ്. അപ്പോൾ അടുത്ത ഒരു സ്പിൻ ചേഞ്ച് ചെയ്യുക, അതാണ് ഫോസ്ഫോറസെൻസ്. അത് കുറച്ചും കൂടെ ലൈറ്റ് സോഴ്സ് ഓഫ് ചെയ്താലും നടക്കും. കീ ഡിഫറൻസ് ഫ്രം അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് വരുന്ന ഡിഫറൻസ്, അബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസ്. അബ്സോർപ്ഷൻ മെഷർ ദ ലൈറ്റ് പാസസ് ത്രൂ, എന്നാൽ ഫ്ലൂറസെൻസിൽ മെഷർ ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം ദി സാമ്പിൾ. അപ്പം നമ്മൾ നേരത്തെ കേസിൽ അബ്സോർപ്ഷനകത്ത് നമ്മൾ നേരത്തെ UV സ്പെക്ട്രോമീറ്റർ ഒക്കെ പറഞ്ഞില്ല. എന്തുവാണ് സംഭവം? നമ്മൾ ലൈറ്റ് കടത്തി വിടുന്നു, ആ ലൈറ്റിൻ്റെ കുറച്ച് നമ്മുടെ മോളിക്യൂൾ അബ്സോർബ് ചെയ്തതാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുന്നത് എങ്ങനെ? തിരിച്ചു പോകുന്ന ആൾക്കാരിൽ നിന്നാണ് അബ്സോർബ് ചെയ്ത ആളുടെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ ലൈറ്റിനെ കടത്തി വിടുന്നു അല്ലേ, 100 ലൈറ്റ് പോകുന്നു, അതിനൊരു 10 ലൈറ്റിനെ ആറ്റം പിടിച്ചെടുക്കുന്നു, ബാക്കി 90 ലൈറ്റ് വെച്ചെടുക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ 90 എണ്ണം വന്നിട്ടുള്ള അതിനകത്ത് 10 ആറ്റം പിടിച്ചു എന്നാണ്. അപ്പോൾ അബ്സോർബൻസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. അബ്സോർബൻസ് നോക്കുന്നത് എങ്ങനെ? തിരിച്ചു പോകുന്ന ആൾക്കാരുടെ എമൗണ്ട് ചെയ്യുന്നു. ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അറ്റോമിക് നമ്മളുടെ ഫ്ലൂറസെൻസ് സ്പെക്ട്രോമീറ്ററിൽ ഫ്ലൂറസെൻസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എത്രത്തോളം ലൈറ്റ് എമിറ്റ് ചെയ്തു. അബ്സോർബ് ചെയ്ത എമൗണ്ട് അല്ല. അബ്സോർബ് ചെയ്ത എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കില്ല. നമ്മൾ പോകുന്ന ആൾക്കാരുടെ എമൗണ്ട് വെച്ചിട്ടാണ് അബ്സോർബ് ചെയ്ത ആളുടെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എമിറ്റ് ചെയ്യുന്ന ഈ അബ്സോർബ് ചെയ്തതിന് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു കളയുമല്ലോ, അതാണ് ഫ്ലൂറസെൻസിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ. കമ്പോണൻസ്. എക്സൈറ്റേഷൻ സോഴ്സ്, അതായത് ഈ റേഡിയേഷൻ എനർജി കൊടുക്കാൻ ലൈറ്റ് സോഴ്സ് അത് മേടിക്കുമ്പോഴാണല്ലോ, അത് കൊടുക്കുമ്പോഴാണല്ലോ ഇയാൾ അതിൽ നിന്ന് എനർജി മേടിച്ച് മുകളിലോട്ട് പോകുന്നത്, അല്ലടാ? ഇത് കൊടുത്താലല്ലേ എനർജി മേടിച്ച് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇതാണ് നമ്മുടെ സോഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റേഷൻ സോഴ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇപ്പം 2 എണ്ണം ആയിട്ടുണ്ട്, എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സെനോൺ ആർക്ക് ലാമ്പാണ്. ഹൈ ഇൻറ്റൻസിറ്റി ആണ്, കണ്ടിന്യൂസ് സ്പെക്ട്രം ഫോം ചെയ്യും.
ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള കണ്ടിന്യൂസ് സ്പെക്ട്രം ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് xenon ആർക്ക് ലാമ്പ്, അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ലാമ്പ്, അല്ലെങ്കിൽ LED സോഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ നമ്മുടെ സോഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ xenon ആർക്ക് ലാമ്പ്, അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ലാമ്പ്, അല്ലെങ്കിൽ LED സോഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത് സോഴ്സ് ആയിട്ട്. ദെൻ 2 മോണോക്രോമാറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് റേഡിയേഷനെ സെലക്ട് ചെയ്ത് കടത്തിവിടാൻ. ഒന്ന് സെലക്ട് എക്സൈറ്റേഷൻ വേവ് ലെങ്ത്, അതാണ് ഫസ്റ്റ് മോണോക്രോമാറ്റർ. സെക്കൻഡ് സെലക്ട് എമിഷൻ വേവ് ലെങ്ത്. ഫസ്റ്റ് മോണോക്രോമാറ്റർ എക്സൈറ്റേഷൻ വേവ് ലെങ്തിനെ സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് മോണോക്രോമാറ്റർ എമിഷൻ വേവ് ലെങ്തിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ സാമ്പിൾ സെല്ല് യൂഷ്വലി ക്വാർട്സ് കർവറ്റ് ആണ്, അവിടെയും നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഗ്ലാസ് ഫോർ വിസിബിൾ ആയിരുന്നു, ക്വാർട്സ് ഫോർ UV ആയിരുന്നു അല്ലേ. സാമ്പിൾ പൊസിഷൻ അറ്റ് 90 ഡിഗ്രി ടു ഡിറ്റക്ടർ. ഡിറ്റക്ടറിന്റെ 90 ഡിഗ്രി ആയിട്ടായിരിക്കും നമ്മൾ സാമ്പിളിനെ പ്ലേസ് ചെയ്യുന്നത്. ഡിറ്റക്ടർ ഇരിക്കുന്നത് 90 ഡിഗ്രി ആയിട്ട്, ടു അവോയ്ഡ് ഡിറ്റക്ടിങ് സോഴ്സ് ലൈറ്റ്. സോഴ്സ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ആ ഡിറ്റക്ടർ വരുന്ന ലൈറ്റ്, സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യും. എമിഷൻ ആണല്ലോ നമുക്കിവിടെ വേണ്ടത്. ഡിറ്റക്ടർ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് വെരി സെൻസിറ്റീവ്. അവിടെ നമ്മൾ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ് ആൾ. അതുകൊണ്ടാണ് മെറ്റെടുത്ത് നമ്മളുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്തത്, യു വിസിബിൾ സ്പെക്ട്രോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് ഷിഫ്റ്റും ക്വാണ്ടം യീൽഡും. സ്റ്റോക്ക് ഷിഫ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എമിഷൻ ആൻഡ് എക്സൈറ്റേഷൻ ആൻഡ് എമിഷൻ വേവ് ലെങ്ത്. ശരി, അതാ ഇത്ര വേണം എക്സൈറ്റ് ചെയ്യാൻ, ഇത്ര മതി എമിഷൻ. രണ്ടിൻ്റെ എനർജിക്ക് ഡിഫറൻസ് ഉണ്ട്. എനർജിക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വേവ് ലെങ്തിന് ഡിഫറൻസ് വരും. അപ്പോൾ ആ വേവ് ലെങ്തിനുണ്ടാകുന്ന എമിഷൻ്റെയും അബ്സോർപ്ഷൻ്റെയും ആ വേവ് ലെങ്തുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ശരിയാ ഡിഫറൻസ് ഉണ്ട്. കാരണം കുറച്ച് വൈബ്രേഷൻ റിലാക്സേഷൻ വഴി ഹീറ്റായിട്ട് പുറത്തു പോകുന്നുണ്ട്. ആണ് ഇലക്ട്രോൺ ലോസ് സം എനർജി ഓഫ് ഹീറ്റ്, അത് വൈബ്രേഷൻ റിലാക്സേഷൻ വഴിയാണ് ഹീറ്റായിട്ട് പുറത്തോട്ട് കളയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സൈറ്റേഷൻ ആൻഡ് എമിഷൻ വേവ് ലെങ്ത്. എക്സൈറ്റേഷൻ വേവ് ലെങ്തും എമിഷൻ വേവ് ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ്, എക്സൈറ്റേഷൻ വേവ് ലെങ്തും എമിഷൻ വേവ് ലെങ്തും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റോക്ക് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സൈറ്റേഷൻ വേവ് ലെങ്തും എമിഷൻ വേവ് ലെങ്തും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് ഷിഫ്റ്റ്. എമിഷൻ ഈസ് ഓൾവേസ് അറ്റ് ലോങ്ങർ വേവ് ലെങ്ത്. എപ്പോഴും എമിഷൻസ് എന്തിലായിരിക്കും, ലോങ്ങർ വേവ് ലെങ്തിലായിരിക്കും. എപ്പോഴും എമിഷൻസ് ലോങ്ങർ വേവ് ലെങ്തിലായിരിക്കും. ഇതിനെയാണ് നിങ്ങൾ സ്റ്റോക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് സ്റ്റോക്ക് ഷിഫ്റ്റ്. ക്വാണ്ടം യീൽഡ്, എഫിഷ്യൻസി ഓഫ് ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻസിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ ക്വാണ്ടം യീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെയും ക്വാണ്ടം യീൽഡിനെ പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം അബ്സോർബ് ചെയ്തു, എത്ര പേര് റിയാക്ട് ചെയ്യുന്നു, എത്ര പേര് റിയാക്ട് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ എത്ര എണ്ണം അബ്സോർബ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം യീൽഡ് എന്ന് വിളിക്കുന്നത്. എത്ര പേര് റിയാക്ട് ചെയ്തു, എത്ര എണ്ണം അബ്സോർബ് ചെയ്തു, ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം യീൽഡ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ക്വാണ്ടം യീൽഡ്, എഫിഷ്യൻസി ഓഫ് ഫ്ലൂറസെൻസ്, റേഷ്യോ ഫോട്ടോൺ എമിറ്റഡ്, ഫോട്ടോൺസ് അബ്സോർബ്ഡ്. ഫോട്ടോൺസ് എത്ര അബ്സോർബ് ചെയ്തു, എത്ര ഫോട്ടോൺസിനെ നമ്മൾ എമിറ്റ് ചെയ്തു, ഇതിനെയാണ് നിങ്ങൾ ക്വാണ്ടം യീൽഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ നമ്മൾ എക്സൈറ്റേഷൻ സോഴ്സ് പറഞ്ഞു, xenon ആർക്ക് ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, LED സോഴ്സ്. 2 മോണോക്രോമാറ്റർ ഉണ്ട്. അബ്സോർപ്ഷനെ എക്സൈറ്റേഷൻ വേവ് ലെങ്ത് സെലക്ട് ചെയ്യാനും എമിഷൻ വേവ് ലെങ്ത് സെലക്ട് ചെയ്യാനും. ആപ്ലിക്കേഷൻ എൻവയോൺമെന്റൽ മോണിറ്ററിങ്, ബയോകെമിക്കൽ അസേസ്, ഡ്രഗ് ഡിസ്കവറി, ദെൻ DNA സീക്വൻസിങ്. ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. 1 എൻവയോൺമെന്റൽ മോണിറ്ററിങ്, 2 ബയോകെമിക്കൽ അസേ, 3 ഡ്രഗ് ഡിസ്കവറി, 4 DNA സീക്വൻസിങ്. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിച്ചത് UV സ്പെക്ട്രോമീറ്റർ പഠിച്ചു, IR പഠിച്ചു, പിന്നെ ദെൻ ഫ്ലൂറസെൻസിമീറ്റർ പഠിച്ചു. നെക്സ്റ്റ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞേക്കുന്ന ഒരു ടേമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സിമിലാരിറ്റി വരുന്ന സാധനമാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത്. AAS measure the absorption of light by free atoms in the gaseous state. It is useful to determine the concentration of a specific metal element. ഒരു പ്രത്യേക മെറ്റൽ എലമെൻറ്റിൻ്റെ
കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് AS. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 2 എലമെന്റ്സ് ഉണ്ട്, അല്ലെ 3 എണ്ണം ഉണ്ട്, ABC, അല്ലെ ബിയുടെ എമൗണ്ട് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേഡിയേഷൻസിനെ മാത്രം പാസ് ചെയ്ത് അത് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഇപ്പം നോക്കടാ, ABC 3 പേര് നമ്മൾ നേരത്തെ പറഞ്ഞ IR, UV, വിസിബിൾ, ഇതിനകത്തൊക്കെ നമ്മൾ ഇവരിപ്പം 3 പേരും IR ആക്റ്റീവ് ആണെങ്കിൽ 3 പേരും IR കൊടുക്കുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യും. പക്ഷെ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. A റിയാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല B ചെയ്യുന്നത്. അതായത് IRൽ വൈബ്രേഷൻസ് ആണ്, A വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല B ചെയ്യുന്നത്, Bയുടെ വൈബ്രേഷൻസ് ആയിരിക്കത്തില്ല Cക്ക്. അതിൽ നിന്നാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇന്ന ആളുടെ മാത്രം എന്നൊന്നും കടത്തിവിടുന്നില്ല, നമ്മൾ റേഡിയേഷൻസിനെയും കടത്തിവിടുകയാണ്. ശരിയല്ലേ? പിന്നെ അതിനൊക്കെ തന്നെ ഇവർ അബ്സോർബ് ചെയ്യുന്ന പല റേഡിയേഷൻസ് ആയിരിക്കും. A അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻസ് ആയിരിക്കത്തില്ല B അബ്സോർബ് ചെയ്യുന്നത്. ശരിയല്ലേ? പക്ഷെ ഇവിടെ നമ്മളൊരു സ്പെസിഫിക് ആയതുകൊണ്ട് Bയെ മാത്രം എനിക്ക് അനലൈസ് ചെയ്താൽ മതി. എൻ്റെ കോമ്പൗണ്ടിൽ B ഉണ്ടോ, അതിന് Bക്ക് വേണ്ട റേഡിയേഷന് മാത്രം ഞാൻ കടത്തിവിടുന്ന റേഡിയേഷൻ B അബ്സോർബ് ചെയ്തില്ലെങ്കിൽ B ഇല്ലെന്ന് അർത്ഥം. ചെയ്തെങ്കിൽ ആ ചെയ്ത എമൗണ്ടിൽ നിന്നും എനിക്ക് ചെയ്ത ആ ഒരു വാല്യൂയിൽ നിന്നും എനിക്ക് ബിയുടെ എമൗണ്ട് എത്രയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം AS മെഷർ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ, അബ്സോർപ്ഷൻ തന്നെയാണ് ഇവിടെയും മെഷർ ചെയ്യുന്നത്. അതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇതിനൊന്നും വരുന്നുണ്ട്, AS വരുന്നുണ്ട്, അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പം AASൽ നമ്മൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്തത് എത്രയാണെന്ന് മെഷർ ചെയ്യുകയാണ്. ഓക്കെ, ബൈ ഫ്രീ ആറ്റംസ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. Okay, it is used to determine the concentration of a specific metal element. ഒരു സ്പെസിഫിക് മെറ്റൽ എലമെന്റ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട്, ഒരു സ്പെസിഫിക് എമൗണ്ട് ഉള്ള ആളുടെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ AAS യൂസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക എമൗണ്ടിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ AAS യൂസ് ചെയ്യുന്നത്. അതായത് ആ എലമെന്റിനെ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ. കീ പ്രിൻസിപ്പിൾസ് നോക്കാം. 1, സാമ്പിൾ കൺവേർട്ടഡ് ഇൻറ്റു അറ്റോമിക് വേപ്പർ. കണ്ടോ, ഇവിടെ നമ്മൾ നോർമൽ ടെക്നിക്ക് കണക്കൊന്നുമല്ല, നമ്മൾ സാമ്പിൾ എടുക്കുന്നു, അതിനെ ആദ്യം ആറ്റമൈസേഷൻ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് വേർഡാണ് ആറ്റമൈസേഷൻ. ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുന്ന, അറ്റോമിക് വേപ്പറാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ആറ്റമൈസർ. അത് ചെയ്യാൻ നമുക്കൊരു ഡിവൈസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. ആറ്റമൈസർ വേപ്പേഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ എന്തായാലും നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തേ പറ്റും. അപ്പം ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന നമ്മൾ ഈ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് യൂണിഫോം ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക്. പക്ഷേ വേപ്പറാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീ ആവും മീൻസ് എല്ലാവർക്കും ആ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇയാൾ എന്ത് ചെയ്യുന്നത്, ആദ്യം വേപ്പറൈസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ആറ്റമൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആറ്റമൈസർ വെച്ചിട്ട് ആദ്യം നമ്മുടെ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യും. രണ്ടാമത്, ലൈറ്റ് ഓഫ് സ്പെസിഫിക് വേവ് ലെങ്ത് പാസ് ത്രൂ. ഒരു പ്രത്യേക വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ പാസ് ചെയ്യുന്നു. അതിന് നമ്മൾ പ്രത്യേകം ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സോഴ്സിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ വേവ് ലെങ്ത് മാത്രമേ വരത്തുള്ളൂ. സംഭവം അത് നിർമ്മിച്ചേക്കുന്ന അയാൾ കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് സോഡിയം കണ്ടുപിടിക്കണം. അപ്പോൾ സോഡിയം കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ സോഴ്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ സോഡിയത്തിന് പറ്റുന്ന റേഡിയേഷൻ ഇയാൾ എമിറ്റ് ചെയ്യത്തുള്ളൂ. അതിനാണ് നിങ്ങൾ ഹോളോ കാഥോഡ് ലാമ്പ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് വരുന്ന സാധനം സോഴ്സ് ആണത്, ഹോളോ കാഥോഡ് ലാമ്പ്, HCl നമ്മൾ പറയും. ഈ സാധനം ഇപ്പം നിങ്ങൾക്ക് പൊട്ടാസ്യത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ പൊട്ടാസ്യം വെച്ച് നിർമ്മിച്ച അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റൽ ഇരിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. സോഡിയം ഇരിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അല്ലാതെ സോഡിയം കണ്ടുപിടിക്കാനായിട്ട് പൊട്ടാസ്യത്തിൻ്റെ ഹോളോ കാഥോഡ് ലാമ്പ് എടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആറ്റമൈസർ വെച്ചിട്ട് നമ്മുടെ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുന്നു. ആറ്റമൈസേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. 2, ഹോളോ കാഥോഡ് ലാമ്പ് വഴി അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് സ്പെസിഫിക് വേവ് ലെങ്ത് നമ്മൾ പാസ് ചെയ്യുന്നു. ആറ്റംസ് അബ്സോർബ് ലൈറ്റ് അറ്റ് ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത്. നമ്മൾ കടത്തിവിട്ട വേവ് ലെങ്തിൽ നിന്നും അതിന് വേണ്ട വേവ് ലെങ്തിനെ അത് പിടിച്ചെടുക്കുന്നു. എമൗണ്ട് അബ്സോർബ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. ബിയർ ലാംബേർട്സ് ലാ തന്നെ, എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു അത്രത്തോളം എമൗണ്ട് ഉണ്ടെന്ന അർത്ഥം. A=εcm. ഇതാണ് സിമ്പിൾ ടെക്നിക്ക്. ഇതാണ് AAS. അപ്പോൾ AS എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പെസിഫിക് മെറ്റൽ എലമെൻറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ സാമ്പിളിനെ ആദ്യം വേപ്പറൈസ് ചെയ്യുന്നു. ആറ്റമൈസേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആറ്റമൈസർ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. രണ്ടാമത് സ്പെസിഫിക് വേവ് ലെങ്ത് പാസ് ചെയ്യുന്നു. അതിൽ നമ്മുടെ ആൾ ഇത്ര എമൗണ്ടിനെ അല്ലെങ്കിൽ എത്രയോ എമൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നു. ആ എമൗണ്ട് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അക്കോർഡിംഗ് ടു ബിയർ ലാംബേർട്സ് ലോ. ക്ലിയർ? ഓക്കെ. കമ്പോണൻസ്. 1, ലൈറ്റ് സോഴ്സ് ആണ്.
ഞാൻ പറഞ്ഞ നേരത്തെ ലൈറ്റിൻ്റെ സോഴ്സ്, അത് ഹോളോ കാഥോഡ് ലാമ്പാണ്, HCl എന്ന് നമ്മൾ വിളിക്കും. മെയ്ഡ് ഓഫ് എലമെന്റ് ബീങ് അനലൈസ്ഡ്. കണ്ടോ, ഏത് എലമെന്റിനെയാണോ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആ എലമെന്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പ്. ഇപ്പോൾ പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പ്, സോഡിയത്തെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ സോഡിയം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പ്. എന്താണോ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പ്. ഓക്കെ. 2, എമിറ്റ് ലൈറ്റ് അറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത്. അല്ലേ, സ്പെസിഫിക് വേവ് ലെങ്തിൽ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നു. വെരി നാരോ സ്പെക്ട്രൽ ലൈൻസ്, നാരോ സ്പെക്ട്രൽ ലൈൻസ് വേരിയേഷൻ. ഓക്കെ. അപ്പം എമിറ്റ് ലൈറ്റ് വിത്ത് സ്പെസിഫിക് വേവ് ലെങ്ത്. അപ്പോൾ ഹോളോ കാഥോഡ് ലാമ്പ് എന്തിനെയാണോ, അതാണ് ഇവിടുത്തെ ലൈറ്റ് സോഴ്സ്, എന്തിനെയാണോ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അയാളുടെ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നതാണ്. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തത് ആറ്റമൈസേഷൻ സിസ്റ്റം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് ആറ്റമൈസറും കൊടുത്തിട്ടുണ്ട്. ആറ്റമൈസേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തുവാ, സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുക. അതിന് നമ്മൾ 2 കമ്പോണൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, 2 കമ്പോണൻസ് ആണ് എടുക്കുന്നത്. ഒന്ന് ഫ്ലെയിം ആറ്റമൈസേഷൻ ആണ്. അപ്പം നമ്മളൊരു ഫ്ലെയിം കൊടുത്ത് വേപ്പറൈസ് ചെയ്യും. ഓക്കെ. സാമ്പിൾ സ്പ്രെയ്ഡ് ഇൻടു എ ഫ്ലെയിം. കണ്ടോ, ഒരു ഫ്ലെയിമിലോട്ട് 2000 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറുള്ള ഒരു ഫ്ലെയിമിലോട്ട് നമ്മൾ സാമ്പിളിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. സ്പ്രേ ചെയ്ത് യൂണിഫോം ആയിട്ട് കിട്ടാനാണ്. കോമൺ ഫ്ലെയിംസ് എയർ അസെറ്റിലീനോ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് അസെറ്റിലീനോ, ഒന്നില്ലെങ്കിൽ എയർ അസെറ്റിലീനോ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് N2O അസെറ്റിലീനോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളുടെ ഫ്ലെയിം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ കത്തിക്കാന്നൊക്കെ പറഞ്ഞില്ല, മറ്റേ മെഴുകുതിരിയൊക്കെ വെച്ച് കത്തിക്കുന്നത്, മറ്റേ വിളക്കൊക്കെ വെച്ച്, അതേ കണക്ക് അത്രയും ഒരു എയർ അസെറ്റിലീനോ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് അസെറ്റിലീനോ, ഇത് രണ്ടാണ് കോമൺലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എയർ അസെറ്റിലീനോ നൈട്രസ് ഓക്സൈഡ് അസെറ്റിലീനോ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, അതിനകത്തോട്ട് നമ്മുടെ സാമ്പിളിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഗുഡ് ഫോർ മോസ്റ്റ് മെറ്റൽസ്. മിക്ക മെറ്റൽസിൻ്റെ കേസിലും ഈ ഒരു ടെക്നിക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണ്. രണ്ടാമത്തത് ഗ്രാഫൈറ്റ് ഫർണസ് ആണ്, ഇലക്ട്രോ തെർമൽ മെത്തേഡാണ്. ഇതാണ് കുറച്ച് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഫ്ലെയിം ആറ്റമൈസേഷൻ ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് ഫർണസ് ഇലക്ട്രോ തെർമൽ ആണ്. ഇവിടെ സാമ്പിൾ ഹീറ്റഡ് ഇൻ ഗ്രാഫൈറ്റ് ട്യൂബിൽ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്നു. മോർ സെൻസിറ്റീവ് നീഡ്സ് ലെസ് സാമ്പിൾ. കാരണം കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. സ്ലോവർ ബട്ട് ബെറ്റർ ഫോർ ട്രേസ് അനാലിസിസ്. കുറച്ച് സ്ലോ ആണ്, പക്ഷെ ട്രേസ് അനാലിസിസ് ഇല്ലേ, അതായത് വളരെ ചെറിയ എമൗണ്ടിലുള്ള ആളുടെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്, വളരെ ചെറിയ എമൗണ്ടിലുള്ള ആളുടെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഇലക്ട്രോ തെർമൽ മെത്തഡാണ് കുറച്ചും കൂടെ നല്ലത്. കാർബൺ ഗ്രാഫൈറ്റ് ഇതിലിട്ട് ചൂടാക്കുക, 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഗ്രാഫൈറ്റ് ട്യൂബിലിട്ട് ചൂടാക്കുക, നമുക്ക് മോർ സെൻസിറ്റിവിറ്റി കിട്ടും. അതായത് ട്രേസ് എലമെന്റ്സിൻ്റെ അനാലിസിസിന് അവനാണ് ബെസ്റ്റ്. ഓക്കെ, ഫ്ലെയിം ഓർത്ത് വെച്ചേക്കുക, എയർ അസെറ്റിലീനും നൈട്രസ് ഓക്സൈഡ് അസെറ്റിലീനും. പിന്നെ ഹൈഡ്രൈഡ് ജനറേഷൻ ആണ് ഫോർ എലമെന്റ്സ് ലൈക്ക് ആർസെനിക്, സെലീനിയം, ആന്റിമണി ഫോർ ഗ്യാഷ്യസ് ഹൈഡ്രൈഡ്സ്. ഇവരുടെ കേസിലാണ് ഹൈഡ്രൈഡ് ജനറേഷൻ വരുന്നത്. ദെൻ മോണോക്രോമാറ്റർ ആണ്. ഈ മോണോക്രോമാറ്റർ എന്താണെന്നറിയോ, നമ്മളിപ്പം ഹോളോ കാഥോഡ് ലാമ്പൊക്കെ എടുത്തു, അതിനകത്ത് നമ്മൾ ആരെയാണോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അയാൾ വെച്ച് ഉണ്ടാക്കിക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പാണ് നമ്മൾ എടുക്കുന്നത്. അത് അതിൻ്റെ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ഈ മോണോക്രോമാറ്റർ വെച്ചിട്ടാണ് സാമ്പിളിലോട്ട് കടത്തിവിടുന്നത്. മോണോക്രോമാറ്റർ ഐസൊലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഹോളോ കാഥോഡ് ലാമ്പ് ചെയ്ത് വേറെ വേവ് ലെങ്തും വരാം. നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ നമ്മൾ സാമ്പിളിൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ, നമ്മളെടുത്തേക്കുന്ന സാമ്പിളിൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള റേഡിയേഷനെ സെലക്ട് ചെയ്യും. ഓക്കെ. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഇൻ്റർഫറൻസ്, അതായത് ബാക്കിയുള്ള റേഡിയേഷൻ ഇൻ്റർഫറൻസ് ഒഴിവാക്കും. ഡിറ്റക്ടർ ഫോട്ടോൺ. മിക്കയിടത്തും ഡിറ്റക്ടർ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് തന്നെ അല്ലേ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസിൽ ഇപ്പോഴത്തെ കേസിലെല്ലാം ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് തന്നെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ ആലോചിച്ചോളാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഹോളോ കാഥോഡ് ലാമ്പാണ്. ആരെയാണോ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അയാൾ വെച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതിനെയാണ് നിങ്ങൾ ഹോളോ കാഥോഡ് ലാമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹോളോ കാഥോഡ് ലാമ്പ് ഉണ്ട്. പിന്നെ അത് സ്പെസിഫിക് വേവ് ലെങ്തിനെ എമിറ്റ് ചെയ്യുന്നു. അത് ഒരു മോണോക്രോമാറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്കൊരു ആറ്റമൈസേഷൻ സിസ്റ്റം ഉണ്ട്. ആറ്റമൈസേഷൻ സിസ്റ്റം സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യാനാണ്. ഫ്ലെയിം ആറ്റമൈസേഷനും പിന്നെ തന്നെ ഗ്രാഫൈറ്റ് ഫർണസ് ആറ്റമൈസേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രാഫൈറ്റ് ഫർണസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ട്യൂബിൽ വെച്ചിട്ട് സാമ്പിളിനെ ഹീറ്റ് ചെയ്യുകയാണ് ഒരു 3000 ഡിഗ്രി സെൽഷ്യസ് വരെ. അത് ട്രേസ് മെറ്റൽ അനാലിസിസിനാണ്. കുറച്ച് സ്ലോ ആണ്, പക്ഷെ കുറച്ച് ബെറ്റർ റെസൊല്യൂഷൻ ആണ്.
എന്നാൽ നമ്മുടെ ഫ്ലെയിം ഇതാണെങ്കിൽ നമ്മൾ എയർ അസെറ്റിലീനോ അല്ലെങ്കിൽ ഫ്ലെയിമിലോട്ട് നമ്മുടെ സാമ്പിളിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. എയർ അസെറ്റിലീനോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നൈട്രസ് ഓക്സൈഡ് അസെറ്റിലീനോ ആയിരിക്കും നമ്മുടെ എന്ത് ഫ്ലെയിം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. മെറ്റൽസിൻ്റെ കേസിൽ കുറച്ചും ബെറ്റർ ആണ്. ഇത് ട്രേസ് മെറ്റൽസിൻ്റെ കേസിലാണ്. പിന്നെ ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ്. വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ആണ് ഹെവി മെറ്റൽസിന്. ട്രേസ് മെറ്റൽ അനാലിസിസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അതിന്. ദെൻ ഫുഡ് സേഫ്റ്റി അനാലിസിസ്, ക്ലിനിക്കൽ അനാലിസിസ്, ബ്ലഡ് യൂറിനൊക്കെ അനാലിസിസ് ചെയ്യാനായിട്ട് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആണ് അനാലിസിസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കി വെച്ചേക്കാം. ഇൻസ്ട്രുമെന്റേഷൻ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് AAS എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അല്ലെങ്കിൽ അവരെടുത്ത് പറഞ്ഞു ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞു. അവർ അങ്ങനെ പറയാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഹലോ, ഇല്ല വീട്ടിലില്ല 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 ആ വെച്ചേക്കാം വീട്ടിൽ. എന്നിട്ട് ഗൂഗിളും നമ്പർ ഇട്ടാൽ മതി, കേട്ടേക്കാം. ആ മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി. ആ ശരി ശരി. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. നേരത്തെ പറഞ്ഞത് അറ്റോമിക് അബ്സോർപ്ഷൻ ആണ്, ഇപ്പോൾ പറഞ്ഞ അറ്റോമിക് എമിഷൻ ആണ് കേട്ടോ. നോക്കാം. വാട്ട് ഈസ് AES? അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. AES മെഷർ ദ ലൈറ്റ് എമിറ്റഡ് ബൈ എക്സൈറ്റഡ് ആറ്റംസ്. നമ്മൾ നേരത്തെ അബ്സോർബൻസ് ആണ് നമ്മളുടെ AAS മെഷർ ചെയ്യുന്നെങ്കിൽ AES നമ്മൾ എമിഷൻ ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ മറ്റേ ഫ്ലൂറോമീറ്ററിന്റെ കണക്ക് നേരെ നമ്മൾ പറഞ്ഞില്ലേ, യൂസിബിളിലൊക്കെ നമ്മൾ അബ്സോർപ്ഷൻ മെഷർ ചെയ്യുമ്പോൾ ഫ്ലൂറസെൻസിൽ നമ്മൾ എമിഷൻ മെഷർ, അതിനൊക്കെ ഇവിടെ എമിഷനാണ്. When atoms are heated to high temperature, they emit light at a characteristic wavelength. നമ്മൾ ആറ്റത്തെ ഹൈ ഹീറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്തുകൾ എമിറ്റ് ചെയ്യും. ആറ്റത്തെ നമ്മൾ ഹൈ ഇതിൽ ഹീറ്റ് ചെയ്യുന്നു, ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്തിനെ അവർ എമിറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ. സാമ്പിൾ ഹീറ്റഡ് ടു വെരി ഹൈ ടെമ്പറേച്ചർ. നമ്മൾ സാമ്പിളിനെ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആറ്റംസ് ബിക്കം എക്സൈറ്റഡ്, ഇലക്ട്രോൺസ് ജംപ്സ് ടു ഹയർ. അല്ലെ, ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസിന് എനർജി കിട്ടും, അത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് ചാടും. എന്നിട്ട് ഹയർ ലെവലിൽ അൺസ്റ്റേബിൾ ആണ്, തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. വേവ് ലെങ്ത് ആൻഡ് ഇന്റൻസിറ്റി ഐഡന്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ എലമെന്റ്സ്. ഈ വേവ് ലെങ്തും ഇന്റൻസിറ്റിയൊക്കെ വെച്ചിട്ട് നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, ഏത് എലമെന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. ഡിഫറൻസ് ബിറ്റ്വീൻ AAS ആൻഡ് AES. AASഉം AESഉം തമ്മിലുള്ള ഡിഫറൻസ്. AASൽ ലൈറ്റ് അബ്സോർബ് ചെയ്തത് മെഷർ ചെയ്യുമ്പോൾ AESൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ക്ലിയർ? ടൈപ്പ് ഓഫ് AES. ഫസ്റ്റ് വൺ, ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ എമിഷൻ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ എമിഷൻ ചെയ്യും. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കലി എർത്ത് മെറ്റൽസിന്റെ കേസിലാണ്. അതായത് ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നുമാണ് നമ്മൾ ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് ആർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് എമിഷൻ. ഒരു ആർക്കോ, ഇലക്ട്രിക് ആർക്കോ സ്പാർക്കോ കൊടുത്ത് നമ്മൾ എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ആർക്കോ സ്പാർക്ക് എക്സൈറ്റ് സാമ്പിൾസ് ക്യാൻ അനലൈസ് സോളിഡ്സ് ഡയറക്ട്ലി. സോളിഡ്സിനെ ഡയറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രിക് സ്പാർക്കോ ആർക്കോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇതാണ് AESഉം AESഉം. രണ്ടും ക്ലിയർ ആണല്ലോ അല്ലേ? AES എന്ന അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയും AES എന്ന അറ്റോമിക് എമിഷനുമാണ്. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഒരു ഹോളോ കാഥോഡ് ലാമ്പ്, അതാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ്, അത് കൊടുക്കുന്നു. അത് ഏതാണോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന അയാൾ വെച്ച് ഉണ്ടാക്കിയെങ്കിൽ തന്നെയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്തിനായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അത് പിന്നെയും നമ്മളൊരു മോണോകമാറ്റർ വെച്ചിട്ട് സ്ക്രീൻ ചെയ്യുന്നുണ്ട്, സാമ്പിളിലോട്ട് കടത്തി വിടുന്നു. സാമ്പിള് ആ വരുന്ന റേഡിയേഷൻ അയാളുടേതാണ്. നമ്മുടെ സാമ്പിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ മാത്രമായിരിക്കത്തില്ല, വേറെ ആൾക്കാർ കാണാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ നോക്കുമ്പോൾ അയാളുടെ വേവ് ലെങ്താണ് വീഴുന്നത്, അപ്പോൾ അയാൾ അതിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പം ആ ഒരു അബ്സോർബൻസ് മെഷർ ചെയ്താൽ നമുക്ക് ബിയർ ലാംബർട്സ് ലാ വെച്ചിട്ട് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? എമിഷനിൽ ആ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ചൂടാക്കി അത് ഹയർ ലെവലിലോട്ട് പോകും, തിരിച്ചു പോകുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്ന വാല്യൂവിൽ നിന്ന് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ക്ലിയർ?
നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICP-AES ആണ്, നല്ല പേരാണ്. ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇമ്പോർട്ടൻറ്റ് സ്പെക്ട്രോസ്കോപ്പി ആണ് ICP then AES. ഇത് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി വിത്ത് കപ്പിൾഡ് വിത്ത് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ രണ്ടും കൂടെ ഒരുമിച്ച് നോക്കാം. നമുക്ക് AES-ഉമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, നോക്കാം. വാട്ട് ഈസ് ICP? ICP is a high temperature excitation source that creates a plasma ionized glass at 6000 to 10,000 Kelvin. നമ്മൾ നേരത്തെ AES-ൽ പറഞ്ഞു ഒരു ഹൈ ടെമ്പറേച്ചർ എടുത്ത് നമ്മൾ ചൂടാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, ഒരു എത്ര പറയണ്ട, ഒരു ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞില്ല, ഒരു 3000-4000, കൂടുതലൊന്നും നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കാറില്ല. ഒരു ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് നമ്മൾ ചൂടാക്കുന്നു. പക്ഷെ ഇവിടെ 6000 മുതൽ 10000 കെൽവിൻ വരെ കൊടുത്ത് നമ്മൾ ചൂടാക്കും. ICP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ICP എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ എക്സൈറ്റേഷൻ സോഴ്സ് ആണ് ICP എന്ന് പറയുന്നത്. അത് നമ്മൾ AES-ൻ്റെ കൂടെ കപ്പിൾ ചെയ്യുന്നു. ഓക്കെ, കമ്പോണൻസ്, സാമ്പിൾ ഇൻട്രൊഡക്ഷൻ, എന്നിട്ട് നമ്മൾ ആറ്റത്തെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അത് ഹയർ ലെവലിലോട്ട് പോകും. തിരിച്ച് നമ്മൾ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. ഇത്രയുള്ള സംഭവം. ആ റേഡിയേഷനിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. ഇത് തന്നെ സംഭവം, ബേസിക് പ്രിൻസിപ്പിൾ. സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്. നെബുലൈസർ, നമ്മൾ നേരത്തെ ആറ്റമൈസർ എന്ന് പറഞ്ഞാൽ ഇവിടെ നെബുലൈസർ. നെബുലൈസർ കൺവേർട്സ് ലിക്വിഡ് സാമ്പിൾ ടു ഫൈൻ മിസ്റ്റ്. അതായത് നമ്മളുടെ മറ്റേ വേപ്പർ ഇല്ലേ, മിസ്റ്റ് നമ്മൾ പറയില്ല, സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റ് വരത്തില്ലേ, നമ്മൾ വേപ്പറൊക്കെ മീൻസ് വെള്ളമൊക്കെ സ്പ്രേ ചെയ്യത്തില്ല, അപ്പോൾ ഒരു മിസ്റ്റ് പോലെ വരത്തില്ലേ നമുക്ക്, ആ സാധനം. നെബുലൈസർ ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ലിക്വിഡ് സാമ്പിൾസിനെ ഫൈൻ മിസ്റ്റ് ആക്കി മാറ്റും. നേരത്തെ നമ്മൾ ആറ്റമൈസർ പറഞ്ഞില്ലായിരുന്നോ, അതേ കണക്ക്. അത് FES-ലാണ്, ഇത് AES-ലാണ്. ICP-AES-ലാണ് നെബുലൈസർ. ഇത് കൺവേർട്സ് ലിക്വിഡ് സാമ്പിൾ ഇൻ ഫൈൻ മിസ്റ്റ്. സ്പ്രേ ചേംബർ, റിമൂവ് ലാർജ് ഡ്രോപ്ലെറ്റ്സ്. സ്പ്രേ ചേംബർ ലാർജ് ഡ്രോപ്ലെറ്റ്സിനെ റിമൂവ് ചെയ്തു. അതായത് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് മതി. അതായത് ലാർജ് ഡ്രോപ്ലെറ്റ്സിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ആരാ? സ്പ്രേ ചേംബർ. അപ്പം നെബുലൈസർ ലിക്വിഡിനെ മിസ്റ്റാക്കി മാറ്റും. ലാർജ് ഡ്രോപ്ലെറ്റ്സിനെ നമ്മളുടെ സ്പ്രേ ചേംബർ പ്രിവെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. ICP ടോർച്ച്, 3 കോൺസെൻട്രിക് ക്വാഡ്സ് ട്യൂബ്, 3 ക്വാഡ്സ് ട്യൂബുകൾ. ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആളെ ഈ ക്വാഡ്സ്. നിങ്ങൾ മറ്റേ റെഡ് ഹോട്ടാക്കി ട്യൂബ് ചെയ്യുന്നത്, നിങ്ങൾ റെഡ് ഹോട്ടാക്കി ചൂടാക്കുന്നത്, നിങ്ങൾ കെമിസ്ട്രി PGക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടു കാണും. അതായത് നമ്മൾ മറ്റേ ഒരു ഇങ്ങനെ ഒരു കുഴൽ പോലെ സാധനത്തിനകത്ത്, ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനത്തിനകത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനകത്ത് വെച്ച് ഇതിനെ ചൂടാക്കും. ഒരു ക്രൂസിബിളിനെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്രൂസിബിളിനെ, V അല്ല, U ഷേപ്പിലേക്ക്, ഇങ്ങനെ ചെറിയൊരു ക്രൂസിബിൾ. അതിനകത്താണ് നമ്മൾ ഈ മറ്റേ പൊതി അതിനകത്ത് വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഈ പൊതിയാൻ കത്തിപ്പൊക്കോളും അല്ലേ. ആ റെഡ് ഹോട്ടാക്കുന്നത് നമ്മുടെ ചൂടാക്കണമെന്നാണ് ഗ്രാവിമെട്രി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, വെയിറ്റ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം 3 കമ്പോണന്റ് ക്വാഡ്സ് ട്യൂബാണ് നമ്മൾ ഈ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം 3 കോൺസെൻട്രിക് ട്യൂബുകളുണ്ട്, ക്വാഡ്സ് ട്യൂബാണ്. ആർഗൺ ഗ്യാസ് ഫ്ലോസ് ത്രൂ ദി ട്യൂബ്. ഈ ട്യൂബിലൂടെ ആർഗൺ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. RF, റേഡിയോ ഫ്രീക്വൻസി കോയിൽ ക്രിയേറ്റ്സ് പ്ലാസ്മ. ഈ റേഡിയോ ഫ്രീക്വൻസി കോയിലാണ് പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്ത്? അയണൈസ്ഡ് ഗ്യാസ്. ഓക്കെ, പ്ലാസ്മ ക്രിയേറ്റ്. ഹൗ പ്ലാസ്മ ഈസ് ജനറേറ്റഡ്? എങ്ങനെയാണ് ഈ പ്ലാസ്മ ജനറേറ്റ് ചെയ്യുന്നത്? ആർഗൺ ഗ്യാസ് ഫ്ലോസ് ടു ദി ടോർച്ച്. ഈ ക്വാഡ്സ് ട്യൂബിലൂടെ ആർഗൺ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നു. RF കോയിൽ ക്രിയേറ്റ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ RF കോയിൽ, റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്പാർക്ക് ഇനിഷ്യേറ്റ് അയണൈസേഷൻ. ആ സ്പാർക്കാണ് അയണൈസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആർഗൺ ആറ്റംസ് കൊളൈഡ് ആൻഡ് അയണൈസ്. ആർഗൺ ആറ്റംസ് കൊളൈഡ് ചെയ്യുന്നു, അയണൈസ് ചെയ്യുന്നു, ക്രിയേറ്റ് എക്സ്ട്രീംലി ഹോട്ട് പ്ലാസ്മ. ഒരു എക്സ്ട്രീംലി ഹോട്ട് പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യും. അതാണ് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണ് ICP ടോർച്ചിനെ പറ്റി? ഓക്കെ, അപ്പം സാമ്പിൾ ഇൻട്രൊഡക്ഷനാണ്. നെബുലൈസറും പിന്നെ അതേ കണക്ക് തന്നെ നമ്മളുടെ സ്പ്രേ ചേംബറും രണ്ടും ഓർത്ത് വെച്ചേക്കുക. നെബുലൈസർ നമ്മളുടെ ലിക്വിഡ് സാമ്പിളിനെ ഫൈൻ മിസ്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, സ്പ്രേ ചേംബർ ലാർജ് ഡ്രോപ്ലെറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം ആദ്യം ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുക. ആ ഡ്രോപ്ലെറ്റ്സിൽ ലാർജ് ഡ്രോപ്ലെറ്റ്സിനെ ആര് പ്രിവെൻറ്റ് ചെയ്യും? സ്പ്രേ ചേംബർ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം നെബുലൈസർ അതിനെ എന്താക്കി മാറ്റുന്നു? ലിക്വിഡ് സാമ്പിളിനെ ഫൈൻ മിസ്റ്റ് ആക്കി മാറ്റുന്നു. ലിക്വിഡ് സാമ്പിളിനെ ഫൈൻ മിസ്റ്റ് ആക്കി മാറ്റുന്നു. ആ ഫൈൻ മിസ്റ്റിൽ നിന്നും ലാർജ് ഡ്രോപ്ലെറ്റ്സിനെ നമ്മളുടെ സ്പ്രേ ചേംബർ ഹോൾഡ് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ
ICP ടോർച്ച് ഇതാണ് പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് 3 കോൺസെൻട്രിക് ക്വാർട്സ് ട്യൂബാണ്. 3 നമുക്ക് ആർഗൺ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊക്കെ റേഡിയോ ഫ്രീക്വൻസി കോയിലും ഉണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസി കോയിലാണ് പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ആർഗൺ ഗ്ലാസ് ടോർച്ചിലൂടെ ഫ്ലോ ചെയ്യുന്നു. പിന്നെ RF കോയിൽ ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഒരു സ്പാർക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അത് ആർഗണെ അയണൈസ് ചെയ്യിപ്പിക്കുന്നു. അതുവഴി ഒരു ഹോട്ട് പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നു. Then optical system collects emitted light, separates wavelength. എന്നിട്ട് ഇതാണ് ഈ ഹോട്ട് പ്ലാസ്മയാണ് മറ്റേതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ദെൻ ഒപ്റ്റിക്കൽ സിസ്റ്റം കളക്ട് എമിറ്റഡ് ലൈറ്റ്. ഈ സിസ്റ്റമാണ് ആ എമിറ്റ് ചെയ്യുന്നതായിട്ട്, കാരണം അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ വരുമ്പോൾ എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്നതിനെ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ സിസ്റ്റമാണ്. അത് പിന്നെ വേവ് ലെങ്തിനെ സെപ്പറേറ്റ് ചെയ്തു, പല വേവ് ലെങ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് നേരെ ഡിറ്റക്ടറിലോട്ട് കടത്തിവിടുന്നു. ഡിറ്റക്ടറിൽ സൈമൾട്ടേനിയസ് ആൻഡ് സീക്വൻഷ്യൽ ഡിറ്റക്ഷൻ, അതിൽ CCD ചാർജ് കപ്പിൾ ഡിവൈസും PMT ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബ് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബ് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. CCD ചാർജ് കപ്പിൾഡ് ഡിവൈസും ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബ്. ക്ലിയർ ആണോ? ഓക്കെ. ICP AES. അഡ്വാൻറ്റേജ് ഓഫ് ICP AES, വെരി ഹൈ ടെമ്പറേച്ചർ. അതായത് മിക്ക എലമെന്റ്സിനെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഹൈ ടെമ്പറേച്ചർ ആയതിന് അത് തന്നെ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 3000 കൊടുക്കുന്നതിന് 3100 ആൾ അയാളെ നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് പ്ലാസ്മയാണ് ഹൈ ടെമ്പറേച്ചർ. അയണൈസ്ഡ് ഗ്യാസിനാണ് പ്ലാസ്മ നൽകുന്നത്. ആർഗനാണ് നമ്മളിവിടെ അയണൈസ്ഡ് ഗ്യാസ്. ക്യാൻ അനലൈസ് മൾട്ടിപ്പിൾ എലമെന്റ്സ് സൈമൾട്ടേനിയസ്ലി. കാരണം നമ്മൾ ഇത്രയും ടെമ്പറേച്ചർ റേഞ്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഡിറ്റക്ടർ ഉണ്ടല്ലോ, ഡിറ്റക്ടർ അല്ല നമ്മുടെ ഒപ്റ്റിക്കൽ സിസ്റ്റം. ഇത് കണ്ടോ, സെപ്പറേറ്റ് വേവ് ലെങ്തുകളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പം 3 ആൾക്കാരാണ്, 3 ആൾക്കാരുടെ വേവ് ലെങ്ത് ഇവർ 3 ആക്കി മാറ്റും. അപ്പം 3 പേരെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അനലൈസ് മൾട്ടിപ്പിൾ എലമെന്റ് സൈമൾട്ടേനിയസ്ലി. ഒരു എലമെന്റ് അല്ല, കാരണം നമ്മുടെ AASലൊക്കെ ഒറ്റ എലമെന്റിനെ ഒരു സമയം അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം ആ ഹോളോ കാർബൺ ലാമ്പല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനെയല്ലേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അനലൈസ് ചെയ്യാൻ പറ്റും. വൈഡ് ലീനിയർ റേഞ്ച്, ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെസ് കെമിക്കൽ ഇന്റർഫറൻസ് ഒന്നും ഇല്ല. കാരണം AASൽ കെമിക്കൽ ഇന്റർഫറൻസ് ഒക്കെ വരും. കാരണം വേറൊരാളും കൂടെ അവിടെ ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പം ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് എമൗണ്ട്, അപ്പം അത്രയും എമൗണ്ട് കൊണ്ടോ നമ്മൾ വിചാരിക്കും. അങ്ങനെ ഇന്റർഫറൻസ് ഒക്കെ ഒരുപാട് AASൽ വരാറുണ്ട്. പക്ഷെ ഇവിടെ അത് കുറവാണ്. ആപ്ലിക്കേഷൻ ജിയോളജിക്കൽ സാമ്പിള്, എൻവയോൺമെന്റൽ ടെസ്റ്റിങ്, ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഫുഡ് അനാലിസിസ്. എക്സാമ്പിൾസ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ? ICP AES ക്ലിയർ ആണല്ലോ? വായിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. ക്ലാസ് കേൾക്കുക, വായിച്ചു വെച്ചേക്കാം. XPS എന്ന് പറഞ്ഞാൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയാണ്. XPS നമ്മൾ എന്താ ആക്ച്വലി XPS എന്ന് പറഞ്ഞാൽ മറ്റേ എക്സ്റേ എന്ന് പറയുമ്പോൾ ഹൈ എനർജിയുള്ള റേഡിയേഷൻ അല്ലേ. അതെന്താ ചെയ്യുന്നത്? അത് എക്സൈറ്റേഷൻ ഓഫ് ഇനർഷ്യൽ ഇലക്ട്രോൺസ് ആണല്ലേ. നോക്കാം. വാട്ട് ഈസ് XPS? XPS is a surface analysis technique. നമ്മൾ പറഞ്ഞായിരുന്നു അത്. That measures the elemental composition and chemical state of materials by examining electrons ejected when X-rays hit the surface. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. റേഡിയേഷൻ വന്ന് വീഴുന്നു, എന്നിട്ട് പിന്നെ അത് കറക്റ്റ് എമൗണ്ട് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളത് ഡിസ്കസ് ചെയ്തതാണല്ലേ. ഓൾസോ കാൾഡ് ESCA, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഫോർ കെമിക്കൽ അനാലിസിസ്. വേറൊരു പേരാണ് XPSന്റെ വേറൊരു പേരാണ് ESCA, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഫോർ കെമിക്കൽ അനാലിസിസ്. ESCA, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഫോർ കെമിക്കൽ അനാലിസിസ്. ഓക്കെ. ബേസിക് പ്രിൻസിപ്പിൾസ്. എക്സ്റേ ഹിറ്റ് ദി സാമ്പിൾ സർഫസ്. എക്സ്റേ സാമ്പിളിന്റെ സർഫസിൽ ഹിറ്റ് ചെയ്തു. എക്സ്റേ ട്രാൻസ്ഫർ എനർജി ടു ഇലക്ട്രോൺ. എന്നിട്ട് ആ സാമ്പിളിനകത്ത് സാമ്പിളിന്റെ കയ്യിൽ ഇലക്ട്രോൺ കാണുമല്ലോ, ആ ഇലക്ട്രോണിന്റെ കയ്യിലോട്ട് എക്സ്റേ എന്ന് പറയുമ്പോൾ ഹൈ എനർജി ഉള്ള റേഡിയേഷനാണ്. ഏറ്റവും എനർജി റേഡിയേഷൻ കോസ്മിക് റേ ഇനി വരത്തില്ല, പുറത്ത് കിടക്കുക. പിന്നുള്ള റേഡിയേഷൻ എക്സ്റേ ആണ്, ഹൈ എനർജി ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്പിളിന്റെ പുറത്ത് വന്ന് വീണാൽ ആ സാമ്പിളിലോട്ട് തൻ്റെ എനർജി, സാമ്പിളിലുള്ള ഇലക്ട്രോണിൻ്റെ തൻ്റെ എനർജി അങ്ങ് കൊടുക്കും. ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി ആറ്റംസ്. ഈ എനർജി വഴി ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം പൊട്ടിച്ച്, ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധമാണ് ഇലക്ട്രോണിനെ അവിടെ നിർത്തുന്നത്, ബന്ധം പൊട്ടിച്ച് ഇലക്ട്രോൺസിന് പുറത്തു വരാൻ പറ്റും. കൈനറ്റിക് എനർജി ഓഫ് ഇജക്ട് ഇലക്ട്രോൺസ് മെഷർഡ്. കൈനറ്റിക് എനർജി മെഷർ ചെയ്യുന്നു, ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നു. പറഞ്ഞതാണല്ലേ ക്ലാസ്, കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞതാണ് വീഡിയോയിൽ.
ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിഫിക്കേഷൻ ആണ് HNO മൈനസ് Ke5. അതിൽ B ബൈൻഡിങ് എനർജിയാണ്, HNO എക്സ്റേ എനർജിയാണ്, Ke കൈനറ്റിക് എനർജിയാണ്, 5 വർക്ക് ഫംഗ്ഷൻ ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഓക്കെ, കമ്പോണൻസ്. എക്സ്റേ സോഴ്സ്, എക്സ്റേ എമിറ്റ് ചെയ്യുന്ന സോഴ്സ്. അതിൽ അലൂമിനിയം ഉണ്ട്, ദെൻ മഗ്നീഷ്യം ഉണ്ട്, മോണോക്രോമാറ്റഡ് സോഴ്സ് ഉണ്ട്. മോണോക്രോമാറ്റഡ് മീൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കടത്തി വിടാൻ പറ്റും. ദാറ്റ് മീൻസ് ബെറ്റർ റെസൊല്യൂഷനാണ് അവർക്ക് വരുന്നത്. അൾട്രാ ഹൈ വാക്വം ചേംബർ ഉണ്ട്, അത് പ്രഷർ ഏകദേശം 10⁻⁻9 മുതൽ 10⁻10 വരെയാണ്. പ്രിവെൻറ്റ് ഇലക്ട്രോൺ സ്കാറ്ററിങ്, പ്രിവെൻറ്റ് സർഫസ് കണ്ടാമിനേഷൻ. ശരിയല്ലേ, ഇലക്ട്രോൺ വന്ന് ഇലക്ട്രോൺ ഇഞ്ചക്ട് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാക്വം ചേംബർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്കാറ്ററിങ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മൾ മറ്റേ ഇലക്ട്രോൺ ടെക്നിക്സ് പറഞ്ഞപ്പോഴും പറഞ്ഞത്, സെമ്മും ടെമ്മും പറഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ഒരു വാക്വം കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം, ഇലക്ട്രോണിൻ്റെ സ്കാറ്ററിങ് തടയണമെന്നൊക്കെ. ഓക്കെ, ഇലക്ട്രോൺ എനർജി അനലൈസർ, ഹെമിസ്ഫെറിക്കൽ അനലൈസർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. കാരണം ആ ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണ് അനലൈസ് ചെയ്യാനായിട്ട്. കാരണം റേഡിയേഷൻ വന്ന് വീഴുന്ന എനർജി, കൈനറ്റിക് എനർജി മെഷർ ചെയ്യണ്ടേ. സെപ്പറേറ്റ്സ് ഇലക്ട്രോൺസ് ബൈ എനർജി, ഓരോ ഇലക്ട്രോൺസിനെയും എനർജി വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഡിറ്റക്ടർ, ചാനൽട്രോൺ ഓർ മൈക്രോ ചാനൽ പ്ലേറ്റ്, കൗണ്ട്സ് ഇൻഡിവിജ്വൽ ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്യും. നമ്മൾ XPS പറഞ്ഞതാണ്. XPS പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ESC എന്ന് ഓർത്ത് വെച്ചേക്കാം. എന്താ വേറൊരു പേര് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ESSCA, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഫോർ കെമിക്കൽ അനാലിസിസ്. ഡിറ്റക്ടറൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഇൻഫർമേഷൻ ഫ്രം XPS. 1, എലമെന്റൽ കോമ്പോസിഷൻ. ശരിയല്ലേ, നമുക്ക് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് പോകുന്ന ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെ എലമെന്റൽ കോമ്പോസിഷൻ ഉണ്ട്, എന്തൊക്കെ എലമെന്റ് ആണ് പ്രസന്റ് ആയേക്കുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറഞ്ഞായിരുന്നു, ഹൈഡ്രജനും ഹീലിയവും ഒഴികെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറ്റുമെന്ന് പറഞ്ഞു. ശരിയല്ലേ. ദെൻ കെമിക്കൽ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കെമിക്കൽ ബോണ്ടിങ്, ബൈൻഡിങ് എനർജി ഷിഫ്റ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഡെപ്ത് ഇൻഫർമേഷൻ ആണെങ്കിൽ സർഫസ് സെൻസിറ്റീവ് ഡെപ്ത് പ്രൊഫൈലിംഗ് പോസിബിൾ ആണ്. ആപ്ലിക്കേഷൻ, സർഫസ് കണ്ടാമിനേഷൻ അനാലിസിസ്. കാരണം സർഫസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ഇജക്ട് ചെയ്ത് പുറത്തു പോകുന്നത്, അപ്പോൾ പിന്നെ സർഫസ് കണ്ടാമിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടാമിനേഷൻ ഉണ്ടോ ഇല്ലയോ. കാറ്റലിസ്റ്റ് ക്യാരക്ടറൈസേഷൻ, കാരണം സർഫസ് പ്രോപ്പർട്ടീസ് ആയതുകൊണ്ടാണ് കാറ്റലിസ്റ്റ് ക്യാരക്ടറൈസേഷൻ പറയുന്നത്. കാരണം സർഫസ് ആണ് കാറ്റലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. കാരണം ലാർജ് സർഫസ് ഏരിയ ഉള്ള ആൾക്കാർ ബെറ്റർ കാറ്റലിസ്റ്റുകളാണ്. കൊറോഷൻ സ്റ്റഡീസ്, കാരണം സർഫസിലാണ് ഈ കൊറോഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മെറ്റൽ ഓക്സൈഡ് സർഫസിൽ ഫോം ചെയ്യുന്നതിനാണ് കൊറോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. സെമി കണ്ടക്ടർ അനാലിസിസും പറ്റും. പോളിമർ സർഫസ് മോഡിഫിക്കേഷൻ, സർഫസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറ്റും. നെക്സ്റ്റ് റേഡിയേഷൻ സോഴ്സുകളാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഓരോ സോഴ്സുകളെയും പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തു. ഡിറ്റക്ടറെ പറ്റികളും നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. ഓക്കെ, റേഡിയേഷൻ സോഴ്സ്. ഫസ്റ്റ് വൺ UV വിസിബിൾ സോഴ്സ്, അതായത് UV റേഡിയേഷനെ വിസിബിൾ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന സോഴ്സ്. ഫസ്റ്റ് വൺ ഡ്യൂട്ടീരിയം ലാമ്പാണ്. നമ്മളത് പറഞ്ഞതാണ്, ആദ്യമേ പറഞ്ഞതാണ് ഡ്യൂട്ടീരിയം ലാമ്പ്. അത് UVയെ എമിറ്റ് ചെയ്യാനാണ്, അല്ലേ, UV എമിറ്റ് ചെയ്യാനാണ് ഡ്യൂട്ടീരിയം ലാമ്പ്. വേവ് ലെങ്ത് വരുന്നത് 190 മുതൽ 200 മുതൽ 400 വരെയാണ് UVക്ക്. 400 മുതൽ 800 വരെയാണ് വിസിബിളിന്. അപ്പം 200 400 ഇടയ്ക്കുള്ളതാണ് ഇയാൾ എമിറ്റ് ചെയ്യുന്നത്. അത്രയും മാത്രം ആലോചിച്ചാൽ മതി, ആരും ഒന്ന് എക്സാക്ട് പഠിക്കണ്ട. കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും ഫോം ചെയ്യുന്നത്. യൂസ് ഡ്യൂട്ടീരിയം ഗ്യാസ് ഡിസ്ചാർജ്. ഡ്യൂട്ടീരിയം ഗ്യാസ് ഡിസ്ചാർജ് ആണ് നമ്മൾ പഠിച്ചതാ തുടക്കത്തില്. ഡ്യൂട്ടീരിയം ലാമ്പ് ഒന്നും കൂടി എടുത്ത് പറയുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഒന്നും എടുത്ത് പറയുന്നു, അത്രേ ഉള്ളൂ. എടുത്ത് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ സിലബസിലെ. അപ്പം ഡ്യൂട്ടീരിയം ലാമ്പ് അത് നമ്മുടെ UV എമിറ്റ് ചെയ്യാനാണ്. UV എന്ന് പറയുമ്പോൾ 200 to 400 വരെ. അപ്പം 190 മുതൽ 350 വരെ. ഓക്കെ. രണ്ടാമത്തത് കണ്ടിന്യൂസ് സ്പെക്ട്രം ഫോം ചെയ്യുന്നു. യൂസ് ഡ്യൂട്ടീരിയം ഗ്യാസ് ഡിസ്ചാർജ്. ഡ്യൂട്ടീരിയം ഗ്യാസ് ഡിസ്ചാർജ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. രണ്ട് ടങ്സ്റ്റൺ ഓർ ഹാലജൻ ലാമ്പ്, അതാണ് വിസിബിളിനെ എമിറ്റ് ചെയ്യുന്നത്. വേവ് ലെങ്ത് 400 മുതൽ 800 വരെയാണ്. 350 to 2500 നാനോമീറ്റർ വരെ. വിസിബിളിനാണ് നിയർ IR വരുന്നത്. വിസിബിളാണ് നമ്മുടെ കേസിൽ 200 മുതൽ 400 മുതൽ 800 വരെയാണ്. കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് രണ്ട് ഫോം ചെയ്യുന്നത്. ലോങ് ലൈഫ് ടൈം ആണ്. ടങ്സ്റ്റൺ കുറച്ചും കൂടെ ലൈഫ് ടൈം കൂടുതലാണ്. നെക്സ്റ്റ് സെനോൺ ആർക്ക് ലാമ്പ്. ഹൈ ഇൻറ്റൻസിറ്റി ആണ്,
കണ്ടിന്യൂസ് ഫ്രം UV ടു നിയർ IR, യൂസ്ഡ് ഇൻ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി അല്ലെ. ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിയിലാണ് xenon ആർക്ക് ലാമ്പ്, അവിടെയാണ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞത്. IR സോഴ്സസ്, IR സ്പെക്ട്രോമീറ്ററിന്റെ സോഴ്സുകൾ. ഒന്ന് ഗ്ലോബാർ, പറഞ്ഞില്ലേ സിലിക്കൺ കാർബൈഡ് റോഡ് ഹീറ്റഡ് ടു 1000 മുതൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ. സിലിക്കൺ കാർബൈഡിനെ മോളിക്കുലർ കാർബൈഡ് ആണ് ഈ സിലിക്കൺ കാർബൈഡ്. 1000 മുതൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കും. കണ്ടിന്യൂസ് IR എമിഷൻ, കണ്ടിന്യൂസ് എമിഷൻ ആയിരിക്കും, എല്ലാം കണ്ടിന്യൂസ് എമിഷൻ ആണ് അല്ലേ. കണ്ടിന്യൂസ് മീൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. നേൺസ്റ്റ് ഗ്ലോബർ, റെയർ എർത്ത് മെറ്റൽ ഓക്സൈഡ്സിന്റെ മിക്സ്ചർ ഓഫ് റെയർ എർത്ത് ഓക്സൈഡ്സ് ഹീറ്റഡ് ടു 1500 to 2000. ദെൻ നിക്രോം കോയിൽ, ഇത് 3 നമ്മളോട് സോഴ്സ് ആയിട്ട് പറഞ്ഞത്. നിക്കൽ ക്രോമിയം വയർ ഹീറ്റഡ് ഇലക്ട്രിക്കലി നമ്മൾ ഹീറ്റ് ചെയ്ത് റേഡിയേഷൻ സോഴ്സിനെ ഉണ്ടാക്കും. നെക്സ്റ്റ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി സോഴ്സസ്, AASന്റെ സോഴ്സുകൾ. അതിലൊന്ന് ഹോളോ കാഥോഡ് ലാമ്പാണ്, HCl. അത് AASന്റെ കേസിലാണ് എന്താണോ നിങ്ങൾ എലമെന്റിനെ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആ എലമെന്റ് സ്പെസിഫിക് ആണ്. ആ എലമെന്റ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഹോളോ കാഥോഡ് ലാമ്പിനെയാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ വെരി നാരോ ലൈൻസ്, വളരെ നാരോ ലൈൻസ് എമിഷൻസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പ്, EDL. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ഹോളോ കാഥോഡ് ലാമ്പിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമ്മളത് പറയുകയാണ് EDL. ഫോർ AASന് യൂസ് ചെയ്യുന്ന ഹോളോ കാഥോഡ് ലാമ്പാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. EDL ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പ്. ഓക്കെ, അവിടെ AASന്റെ കേസിലാണ് മോർ ഇൻറ്റൻസ് ദാൻ HCLനെക്കാട്ടി കുറച്ചും കൂടി ഇൻറ്റൻസ് ആണ്. RF എനർജി ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസി എനർജി. നെക്സ്റ്റ് ICP, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ, AES. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ICP നമ്മളുടെ പ്ലാസ്മ ആയിരിക്കും, അയണൈസ്ഡ് ആർഗൺ അല്ലെ, പ്ലാസ്മ. ടെമ്പറേച്ചർ 6000 മുതൽ 10000 വരെ ആർഗൺ പ്ലാസ്മ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അയണൈസ്ഡ് ഗ്യാസ് ആണ്, ഇതിലാണ് ആർഗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അയണൈസ്ഡ് ഗ്യാസിന് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്, മറ്റേ കോഡ്സ് റോഡൊക്കെ വെച്ചിട്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് എക്സ്റേ സോഴ്സുകളാണ്. എക്സ്റേ സോഴ്സിൽ എക്സ്റേ ട്യൂബ് ഉണ്ട്, അത് ഇലക്ട്രോൺ ഹിറ്റ് അറ്റ് മെറ്റൽ ടാർജറ്റ്, അലൂമിനിയം മഗ്നീഷ്യം പോലെ മെറ്റൽ ടാർജറ്റിനെ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ക്യാരക്ടറിസ്റ്റിക്, അതുവഴി ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഒരു മെറ്റലിനകത്തോട്ട് ഹിറ്റ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യും. യൂസ്ഡ് ഇൻ XPSൽ യൂസ് ചെയ്യുന്നതാണ്. ദെൻ സിൻക്രോട്രോൺ റേഡിയേഷൻസ് ആണ്, വെരി ഹൈ ഇൻറ്റൻസിറ്റി ആണ്, ട്യൂണബിൾ എനർജിയാണ്, പല രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ റേഡിയോ പോലെ. റിസർച്ച് ഫെസിലിറ്റീസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും സിൻക്രോട്രോൺ റേഡിയേഷൻസ് ആണ്. അപ്പം എക്സ്റേ ട്യൂബും സിൻക്രോട്രോൺ റേഡിയേഷൻസ്. ദെൻ മോണോക്രോമാറ്റർസ് ആണ്. ഇപ്പോൾ സോഴ്സ് പറഞ്ഞു, ഇനി മോണോക്രോമാറ്റർസ് എല്ലാവരുടെയും. അവിടെ എന്താണ് മോണോക്രോമാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, റേഡിയേഷനെ സെലക്ട് ചെയ്യുന്ന ആളാണ്. എ മോണോക്രോമാറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് ഇസ് സെപ്പറേറ്റ് പോളിക്രോമാറ്റിക് ലൈറ്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ വേവ് ലെങ്ത് അല്ലേ. അതായത് മൾട്ടിപ്പിൾ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെ ഓരോരോ വേവ് ലെങ്തുകളായിട്ട് സെലക്ട് ചെയ്യുന്ന ആളാണ് മോണോക്രോമാറ്റർ. ഇറ്റ് അലൗസ് സെലക്ഷൻ ഓഫ് എ നാരോ ബാൻഡ് ഓഫ് വേവ് ലെങ്ത്. ഒരു പ്രത്യേക ബാൻഡ് ഇത്ര മുതൽ ഇത്ര വരെ, 100 മുതൽ 101 വരെ മതി. ആ ഒരു സെലക്ഷൻ നടത്താൻ മോണോക്രോമാറ്ററിനെ പറ്റത്തുള്ളൂ. പുള്ളിക്കാരനായിരിക്കും ഇത് സെലക്ട് ചെയ്ത് കടത്തിവിടുന്നത്. ബേസിക് കമ്പോണൻസ്, എൻട്രൻസ് സ്ലിറ്റ്, ഒരു എൻട്രൻസ് സ്ലിറ്റ് ഉണ്ട്, നാരോ ഓപ്പണിംഗ് വെയർ ലൈറ്റ് എൻറ്റേഴ്സ്, കൺട്രോൾസ് റെസൊല്യൂഷൻ. ഓക്കെ, ഒരു എൻട്രൻസ് സ്ലിറ്റ് ഉണ്ട്, അത് കണക്ക് തന്നെ ഒരു കോളിമേറ്റിംഗ് മിറർ ലെൻസ് ഉണ്ട്, മേക്ക് ലൈറ്റ് റേസ് പാരലൽ, ഡിസ്പേഴ്സിംഗ് എലമെന്റ് ഉണ്ട്, സെപ്പറേറ്റ് ലൈറ്റ് ബൈ വേവ് ലെങ്ത്, എയ്തർ പ്രിസം ഓർ ഡിഫ്രാക്റ്റിംഗ് ഗ്രേറ്റിംഗ്. അപ്പം പ്രിസമോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗോ ഇതാണ് ആക്ച്വലി വേവ് ലെങ്തിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഫോക്കസ് മിററിംഗ് ലെൻസ്, ഫോക്കസ് സെലക്ടഡ് വേവ് ലെങ്ത്, എക്സിറ്റ് സ്ലിറ്റ്, ഇറ്റ് അലോസ് ദ ഡിസൈഡ് വേവ് ലെങ്ത് ടു പാസ്, കൺട്രോൾ ബാൻഡ്. അപ്പോൾ ഒരു എൻട്രൻസ് സ്ലിറ്റും എക്സിറ്റ് സ്ലിറ്റും ഉണ്ട്. എൻട്രൻസ് സ്ലിറ്റിൽ ഒരു നാരോ ഇതാണ്, അതിലൂടെ അകത്തോട്ട് കയറും, നാരോ ഓപ്പണിംഗ് ആണ്. എക്സിറ്റും നാരോ ആണ്, എൻട്രൻസും എക്സിറ്റും. അതിൻ്റെ ഇടയ്ക്ക് 3 എണ്ണമാണ്. ഒന്ന് കൊളിമേറ്റിംഗ് മിററാണ്, കൊളിമേറ്റിംഗ് മിറർ റേസിനെ പാരലാക്കുന്നു. പ്രിസമും ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങോ അതിനെ എന്ത് ചെയ്യുന്നു, വേവ് ലെങ്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഫോക്കസിങ് മിറർ ലെൻസ് സെലക്ടഡ് വേവ് ലെങ്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് എക്സിറ്റിലോട്ട് പറഞ്ഞു.
ഇതാണ് സംഭവം. ഇതാണ് മോണോക്രോമാറ്ററിൻ്റെ സ്ട്രക്ചർ. എൻട്രൻസ് സ്ലിറ്റ്, നാരോ ഓപ്പണിങ്, എക്സിറ്റ് സ്ലിറ്റ് ഉണ്ട്. എൻട്രൻസ് സ്ലിറ്റിലൂടെ ലൈറ്റ് കയറുന്നു. ആദ്യം അതിനെ റേസിനെ പാരലാക്കുന്നു. അതിന് കൊളിമേറ്റിംഗ് മിറർ അല്ലെങ്കിൽ ലെൻസ് ഉണ്ട്. പിന്നെ പ്രിസമോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങോ വെച്ചിട്ട് നമ്മൾ അതിനെ വേവ് ലെങ്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ഫോക്കസിങ് മിറർ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത വേവ് ലെങ്തിനെ ഫോക്കസ് ചെയ്യുന്നു. അതിനെ പിന്നെ എക്സിറ്റ് സ്ലിറ്റിലൂടെ പറഞ്ഞു വിടും. ക്ലിയർ ആണല്ലോ? ടൈപ്സ് ഓഫ് ഡിസ്പേഴ്സിങ് എലമെന്റ്സ് അവരാണ് വേവ് ലെങ്തിനെ സെലക്ട് ചെയ്തത്. ഒന്ന് നമ്മുടെ പ്രിസം, പിന്നെ പ്രിസം കൂടാതെ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. പ്രിസം ഹൗ ദേ വർക്ക്. ഡിഫറെന്റ് വേവ് ലെങ്ത് ബെൻഡ് ബൈ ഡിഫറെന്റ് എമൗണ്ട്, ഷോർട്ടർ വേവ് ലെങ്ത് ബെൻഡും. ഇവരെങ്ങനെ സെലക്ട് ചെയ്യുന്ന അറിയാമോ? ഇവരിലൂടെ കടന്നു പോകുമ്പോൾ പല വേവ് ലെങ്തുകളും പല രീതിയിലാണ് ബെൻഡാവുന്നത്. ഇവരുടെ ബെൻഡാവുന്നത്. അപ്പം എങ്ങനെയാണ് ബെൻഡാകുന്നത് എന്നതിൻ്റെ ബേസിലാണ് ഇവർ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. കാരണം പല ആൾക്കാരും പല രീതിയിലാണ് ബെൻഡാവുന്നത്. അപ്പം വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാർ നല്ല രീതിയിൽ ബെൻഡാവും. അങ്ങനെയാണ് ഇവരെ വേവ് ലെങ്തുകളെ സെലക്ട് ചെയ്ത് മാറ്റുന്നത്. പ്രിസം മെറ്റീരിയൽസ് ആയിട്ട് ക്വാർട്സ് യു വിക്ക് വേണ്ടിയിട്ട്, ഗ്ലാസ് വിസിബിളിന് വേണ്ടിയിട്ട്, അല്ലെ യു വിക്ക് വേണ്ടിയിട്ട് ക്വാർട്സ് ആണ് നമ്മൾ എപ്പോഴും സാമ്പിൾ ഹോൾഡറും അത് തന്നെ എടുത്തത്. വിസിബിളിന് വേണ്ടിയിട്ട് ഗ്ലാസ്, NaCl, KBr, IR. ശരിയല്ലേ? അഡ്വാൻറ്റേജ് സിമ്പിൾ ഡിസൈൻ ആണ്. ഓവർലാപ്പ് ഓർഡേഴ്സ് ഒന്നുമില്ല വേവ് ലെങ്ത് ഓവർലാപ്പ് ചെയ്യുന്നതിന്. ഡിസഡ്വാൻറ്റേജ് നോൺ ലീനിയർ ഡിസ്പേർഷൻ ആണ്. ബെൻഡായിട്ടല്ലേ പോകുന്നത്. അതാണ് ഈ സംഭവം. ലോവർ റെസൊല്യൂഷൻ ആണ്. നോൺ ലീനിയർ ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലീനിയർ അല്ല. കാരണം പ്രിസത്തിലൂടെ കടന്നു ബെൻഡാവും. 2 ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആണ്. ഇത് വേറൊരു വേവ് ലെങ്ത് സെലക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രിസത്തെ പോലെ. വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? എ സർഫസ് വിത്ത് മെനി പാരലൽ ക്ലോസ്ലി സ്പേസ്ഡ് ഗ്രൂവ്സ് that disperse light by diffraction and interference. ഡിഫ്രാക്ഷനോ ഇൻ്റർഫറൻസോ വഴി അവർ ലൈറ്റിനെ ഡിസ്പോസ് ചെയ്യും. ലൈറ്റിനെ പല പല വേവ് ലെങ്തുകളാക്കി സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഏത് വഴി? ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും വഴി. അതിനെയാണ് നിങ്ങൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഗ്രേറ്റിംഗ് ഇക്വേഷനെ കൊടുത്തിട്ടുണ്ട് n λ = d sin I + sin R. അവിടെ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്, ഡി ഗ്രൂവ് സ്പേസിംഗ് ആണ്, ഗ്രൂവുകൾക്കിടയിലുള്ള സ്പേസിംഗ് ആണ്. ഗ്രൂവ് മീൻസ് എ സർഫസ് വിത്ത് മെനി പാരലൽ ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ്. ഓക്കെ, I ഇൻസിഡന്റ് ആംഗിളും, R ഡിഫ്രാക്ഷൻ. ടൈപ്സ് ഓഫ് ഗ്രേറ്റിംഗ്. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ഉണ്ട്. ലൈറ്റ് പാസസ് ത്രൂ ലെസ് കോമൺ. ലൈറ്റ് പാസ് ചെയ്യുന്ന ഗ്രേറ്റിംഗ് ആണ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ഉണ്ട്. റിഫ്ലക്റ്റ് ഓഫ് സർഫസ്. റിഫ്ലക്ഷൻ വഴി നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. മറ്റേത് ലൈറ്റ് പാസ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ബ്ലേസ്ഡ് ഗ്രേറ്റിംഗ് ഉണ്ട്. ഗ്രൂവ്സ് കട്ട് അറ്റ് സ്പെസിഫിക് ആംഗിൾ, കോൺസെൻട്രേറ്റ് ലൈറ്റ് ഇൻ വൺ ഓർഡർ, ഹയർ എഫിഷ്യൻസി. ബ്ലേസ്ഡ് ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലൈറ്റിനെ മാത്രം ഒരു പ്രത്യേക ഓർഡറിൽ വൺ ഓർഡറിൽ കടത്തിവിടുന്ന ഹയർ എഫിഷ്യൻസിയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രേറ്റിംഗ്: ബെറ്റർ റെസൊല്യൂഷൻ, ലീനിയർ ഡിസ്പേർഷൻ. കണ്ടോ, പ്രിസത്തിനകത്ത് ബെൻഡ് ഡിസ്പേർഷൻ ആയിരുന്നു. വൈഡർ വേവ് ലെങ്ത് റേഞ്ച്. ഡിസഡ്വാൻറ്റേജ് ഓവർലാപ്പിംഗ് ഓർഡേഴ്സ്. സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഓവർലാപ്പിംഗ് വരാം, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. മോണോക്രോമാറ്റർ ആണ്. മോണോക്രോമാറ്റർ ഗ്രേറ്റിംഗ്സ്. ഇമ്പോർട്ടൻ്റ് കേട്ടോ, റെസൊല്യൂഷൻ. എബിലിറ്റി ടു സെപ്പറേറ്റ് 2 ക്ലോസ് വേവ് ലെങ്ത്. 2 ക്ലോസ് വേവ് ലെങ്തുകളെ ദൂരോട്ട് മാറ്റാനുള്ള അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാനുള്ള കഴിവ്. ഡിസ്പേർഷൻ, ഹൗ മച്ച് ദ വേവ് ലെങ്ത് ആർ സ്പ്രെഡ് അപ്പാർട്ട്. എത്രത്തോളം വേവ് ലെങ്ത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു, ദൂരോട്ട് നിൽക്കുന്നു, അതാണ് ഡിസ്പേർഷൻ. ബാൻഡ് വിഡ്ത്ത്, റേഞ്ച് ഓഫ് വേവ് ലെങ്ത് പാസസ് ത്രൂ എക്സിറ്റ് സ്ലിറ്റ്. എക്സിറ്റ് സ്ലിറ്റിലൂടെ എത്ര വേവ് ലെങ്ത് പാസ് ചെയ്ത് പോകുന്നു, അതാണ് ബാൻഡ് വിഡ്ത്ത്. റെസൊല്യൂഷൻ, ഡിസ്പേർഷൻ, ബാൻഡ് വിഡ്ത്ത് ഓർത്ത് വെച്ചോണേ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലോസ് വേവ് ലെങ്തുകളെ സെപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. 2 ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വേവ് ലെങ്ത് എത്രത്തോളം നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം റെസൊല്യൂഷൻ ഉണ്ട്. കാരണം അത്രത്തോളം നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും എത്രത്തോളം സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേവ് ലെങ്ത് സ്പ്രെഡ് ആവുന്നുണ്ട്, അതാണ് ഡിസ്പേർഷൻ. എത്രത്തോളം സ്പ്രെഡ് ആവുന്നുണ്ട്, ഒരുപാട് സ്പ്രെഡ് ആയ അത്രയും നല്ലത്. ബാൻഡ് വിഡ്ത്ത്, റേഞ്ച് ഓഫ് വേവ് ലെങ്ത് പാസിംഗ് ത്രൂ എക്സിറ്റ് സ്ലിറ്റ്. ഡിറ്റക്ടേഴ്സ് ആണ്. മോണോക്രോമാറ്റർ പറഞ്ഞു, ഡിറ്റക്ടർ പറയാൻ പോവാം. വാട്ട് ഈസ് ഡിറ്റക്ടർ? A detector converts light into an electrical signal that can be measured and recorded. അപ്പം ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റുന്നു, അത്
ലൈറ്റിനെ അതിന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റി റെക്കോർഡ് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് ഡിറ്റക്ടർ ഫോർ യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ്, ഫോട്ടോ ഡയോഡും ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, ഹൗ ഇറ്റ് വർക്ക്. ഫോട്ടോൺ ഹിറ്റ് ദി ഫോട്ടോ കാഥോഡ്. ഫോട്ടോൺ വന്ന് ലൈറ്റ് വന്ന് ഫോട്ടോ കാഥോഡിൽ വീഴുന്നു. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലാണ്. ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ ഹിറ്റ് ഫസ്റ്റ് ഡൈനോഡ്, മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. ഫസ്റ്റ് ഡൈനോഡിൽ ആ ഇലക്ട്രോൺ ഹിറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നു. പ്രോസസ് റിപ്പീറ്റ്സ് ടു 10 to 12 ഡൈനോഡ്സ്. ആംപ്ലിഫിക്കേഷൻ 10⁻⁶ to 10⁻⁷ ടൈംസ്. കറണ്ട് മെഷർഡ് അറ്റ് ആനോഡ്. അപ്പം ആദ്യം നമ്മുടെ ഫോട്ടോ അത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് വന്ന് നമ്മുടെ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലുള്ള ഫോട്ടോ കാഥോഡിൽ വീഴുന്നു. ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോൺ പോയിട്ട് ഫസ്റ്റ് ഡൈനോഡിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. അപ്പം ഇതിങ്ങനെ ഒരു 10-12 ഡൈനോഡ് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ആനോഡിലെ കറണ്ട് മെഷർ ചെയ്യും. അഡ്വാൻറ്റേജ്, വെരി സെൻസിറ്റീവ് ആണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. കാരണം ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതൊക്കെ പെട്ടെന്നായിരിക്കും, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, നോയ്സ് ഒക്കെ കുറവായിരിക്കും. ഡിസഡ്വാൻറ്റേജ്, ക്യാൻ ഓൺലി ഡിറ്റക്ട് 1 വേവ് ലെങ്ത്. കാരണം ഒരു വേവ് ലെങ്തിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു വേവ് ലെങ്ത് അബ്സോർബ് ചെയ്ത് അത് ആ ഫോട്ടോനോഡിലേക്ക് ഇടിച്ചിടിച്ച് ഇങ്ങനെ ഡൈനോഡിലേക്ക് ഇടിച്ചിടിച്ച് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അടുത്തതിനെ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പെൻസീവ് ആണ്, റിക്വയർ ഹൈ വോൾട്ടേജിൻ്റെ ആവശ്യം. ദെൻ ഫോട്ടോ ഡയോഡാണ്. ഫോട്ടോ ഡയോഡ് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. ഫോട്ടോൺ ക്രിയേറ്റ് ഇലക്ട്രോൺ ഹോൾ പെയർ. കറണ്ട് ഫ്ലോസ് പ്രൊപ്പോർഷണൽ ടു ലൈറ്റ് ഇൻറ്റൻസിറ്റി. കണ്ടു, നമ്മൾ അത് അബ്സോർബ് ചെയ്ത ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. മറ്റേടത്ത് കറണ്ടാണ് മെഷർ ചെയ്യുന്നത്, അത് ആനോഡിലെ കറണ്ടാണ്. പക്ഷേ ഇവിടെ PN ജംഗ്ഷൻ ഡയോഡിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ഉണ്ടാകുന്ന കറണ്ട് മെഷർ ചെയ്യുന്നു. അത് വന്ന് വീഴുന്ന ലൈറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫോട്ടോ ഡയോഡിൻ്റെ വർക്കിംഗ്. അവിടെയും നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ടാണ്. അപ്പം അവിടെ നമ്മളുടെ PN ജംഗ്ഷൻ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോട്ടോൺ, നമ്മുടെ വന്ന് വീഴുന്ന ഫോട്ടോൺ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റേടത്ത് വന്ന് വീഴുന്ന ഫോട്ടോൺ ഇലക്ട്രോണിനെ ജനറേറ്റ് ചെയ്യുക. ആ ഇലക്ട്രോൺ പിന്നെ ഫോട്ടോ ഡൈനോഡിൽ നിന്ന് വീണ്ടും ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 10-12 വരെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതിനുശേഷമാണ് കറണ്ട് മെഷർ ചെയ്യുന്നത് ആനോഡിൽ. ശരിയല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ വന്ന് വീഴുന്ന ഫോട്ടോ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു, അതുവഴി കറണ്ട് ഉണ്ടാകുന്നു, കറണ്ടിനെ മെഷർ ചെയ്യുന്നു. ദെൻ അഡ്വാൻറ്റേജ്, കോമ്പാക്റ്റ്, ലോ കോസ്റ്റ്, നോ ഹൈ വോൾട്ടേജ് ആണ്. പക്ഷേ PMTയിൽ ഹൈ വോൾട്ടേജ് വേണം, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിൽ. ലോങ് ലൈഫ്. ഡിസഡ്വാൻറ്റേജ്, ലെസ് സെൻസിറ്റീവ് ദാൻ PMT, സ്ലോവർ റെസ്പോൺസ്. PMT ഹയർ റെസ്പോൺസ് ആണ്. ഫോട്ടോ ഡയോഡ് അറേ, PDA. അറേ ഓഫ് 256 to 1024 ഫോട്ടോ ഡയോഡ് ഇൻ എ ലൈൻ. ഒരു ലൈനിൽ തന്നെ ഇത്രയും ഫോട്ടോ ഡയോഡ്സ്. ഈച്ച് ഡയോഡ് ഡിറ്റക്ട് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് സൈമൾട്ടേനിയസ്ലി. ഓരോ ഡയോഡും ഡിഫറെൻറ്റ് വേവ് ലെങ്തിനെ ഡിറ്റക്ട് ചെയ്തു. അഡ്വാൻറ്റേജ്, മെഷർ എൻറ്റയർ സ്പെക്ട്രം അറ്റ് വൺസ്. കാരണം ഒരുപാട് ഡയോഡ് ഉള്ളതുകൊണ്ട് ഓരോ ഡയോഡും പല പല വേവ് ലെങ്തിനെ മെഷർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് മെഷർ ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഡയോഡിൻ്റെ ഇത് പറഞ്ഞില്ല, അത് ഒറ്റ ഡയോഡാണ്. പക്ഷെ ഇവിടെ 1024 ഡയോഡ് വരെ ഉണ്ട്. അത്രത്തോളം മെഷർമെൻറ്റ് നടക്കും. വെരി ഫാസ്റ്റ്, മില്ലി സെക്കൻഡ്സ് ആണ്. കാരണം അത്രയും ഡയോഡുണ്ട്. നോ മൂവിങ് പാർട്സ് ഒന്നുമില്ല. ആപ്ലിക്കേഷൻ HPLC ഡിറ്റക്ഷൻ, കൈനറ്റിക് സ്റ്റഡീസ്, ഫാസ്റ്റ് റിയാക്ഷൻസ്. ചാർജ് കപ്പിൾഡ് ഡിവൈസ്, CCD. സോ സ്ട്രക്ചർ 2D array silicon photo detectors. Okay, thousands to millions of pixels. How it works? Photon create a charge in പിക്സലിൽ ഫോട്ടോയുടെ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. ചാർജ് ട്രാൻസ്ഫർ സീക്വൻഷ്യലി ടു ഔട്ട്പുട്ട്. ചാർജ് ഔട്ട്പുട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, കൺവേർട്ട് ടു ഡിജിറ്റൽ സിഗ്നൽ. ആ ചാർജ് ഫോട്ടോയുടെ ചാർജ് ക്രിയേറ്റ് ചെയ്തു പിക്സലിൽ, അത് ഔട്ട്പുട്ടായിട്ട് വരുന്നു, അത് ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. അഡ്വാൻറ്റേജ്, എക്സ്ട്രീംലി സെൻസിറ്റീവ്, വൈഡ് ഡൈനാമിക് റേഞ്ച്, സൈമൾട്ടേനിയസ് മൾട്ടി വേവ് ലെങ്ത് ഡിറ്റക്ഷൻ. ആപ്ലിക്കേഷൻ ലോ ലൈറ്റ് സ്പെക്ട്രോസ്കോപ്പി, രാമൻ സ്പെക്ട്രോസ്കോപ്പി, astronomical സ്പെക്ട്രോസ്കോപ്പി. ഫോർ IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമൽ ഡിറ്റക്ടേഴ്സ് ആണ്. അതിൽ തെർമോകപ്പിൾ, 2 dissimilar metals joined. 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ജോയിൻ ചെയ്യുന്നു. ടെമ്പറേച്ചർ ചേഞ്ച് ക്രിയേറ്റ് എ വോൾട്ടേജ്. അപ്പം അവിടെ ഒരു ടെമ്പറേച്ചർ തെർമൽ ഡിറ്റക്ടറാണ്. അപ്പം ആ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം തെർമൽ ചേഞ്ച് ആണ് അവിടെ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ലോ റെസ്പോൺസ് ബട്ട് റിലയബിൾ. ഇച്ചിരി പാടാണ് റെസ്പോൺസ് കിട്ടാൻ, പക്ഷെ നമുക്ക് വിശ്വസിക്കാം റെസ്പോൺസ്.
തെർമിസ്റ്റർ, സെമികണ്ടക്ടർ whose resistance changes with temperature, more sensitive than thermocouple. തെർമോകപ്പിളിനെക്കാട്ടി കുറച്ചും കൂടെ ഇതാണ് തെർമിസ്റ്റർ. അത് സെമി കണ്ടക്ടർ ആണ്. ഹൂസ് റെസിസ്റ്റൻസ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ അനുസരിച്ച്, ഇവിടെ ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുക, പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യുക ടെമ്പറേച്ചർ അനുസരിച്ച്. രണ്ടും ഓർത്ത് വെച്ചോണേ. ബോളോമീറ്റർ, തിൻ മെറ്റൽ സ്ട്രിപ്പ്, റെസിസ്റ്റൻസ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഇത് കണക്കാണ് നമ്മളുടെ തെർമിസ്റ്ററിന് കണക്കാണ്. റെസിസ്റ്റൻസ് ആണ് ടെമ്പറേച്ചർ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്. വെരി സെൻസിറ്റീവ്. പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടേഴ്സ്, ഡ്യൂട്ടറേറ്റഡ് ട്രൈഗ്ലൈസിൻ സൾഫേറ്റ് ക്രിസ്റ്റൽ, ടെമ്പറേച്ചർ ചേഞ്ചസ് ക്രിയേറ്റ് എ വോൾട്ടേജ്. ഫസ്റ്റ് വൺ കണക്ക് തെർമോകപ്പിളിന് കണക്ക് വോൾട്ടേജ് ആണ് ക്രിയേറ്റ് ചെയ്തത്. റൂം ടെമ്പറേച്ചർ ഓപ്പറേഷൻ ആണ് മോസ്റ്റ് കോമൺ ഇൻ FTIR. FTIRലെ മോസ്റ്റ് കോമൺ ടെക്നിക്കാണ്. ഫോട്ടോ കണ്ടക്റ്റീവ് ഡിറ്റക്ടേഴ്സ്, അതിൽ ഫസ്റ്റ് വൺ മെർക്കുറി കാഡ്മിയം ടെലുറൈഡ് ആണ്, MCT. സെമി കണ്ടക്ടർ ആണ്. ഫോട്ടോൺ എക്സൈറ്റ് ഇലക്ട്രോൺസ്, കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, മസ്റ്റ് ബി കൂൾഡ്. ഓക്കെ, അതായത് ഫോട്ടോൺ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യുന്നു. ഫോട്ടോ കണ്ടക്ടർ, അതായത് ലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി സിസ്റ്റമാണ്. ഫോട്ടോൺ എക്സൈറ്റ് ഇലക്ട്രോൺസ്, കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, then must be cooled. Okay, the advantage very fast response, high sensitivity. Disadvantage require cooling, expensive, limited lifetime. ടെക്നിക്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഫോർ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി, അവിടെ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബാണ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? ലൈറ്റിൻ്റെ കേസ്, അറ്റോമിക്കും AS ഒക്കെ ലൈറ്റിൻ്റെ കേസിലാണ്. അത് തന്നെ ഇവിടെ ലൈറ്റിൻ്റെ ഫോട്ടോ ഡിറ്റക്ഷൻ. ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബാണ്, സെയിം as UV വിസിബിൾ, ഹൈ സെൻസിറ്റിവിറ്റി ഫോർ എമിഷൻ ഡിറ്റക്ഷൻ. എക്സ്റേ ആൻഡ് ഇലക്ട്രോ ഡിറ്റക്ഷൻ, XPS ഇല്ലേ അതിൻ്റെ. ചാനൽ ട്രോൺ, കണ്ടിന്യൂസ് ഡൈനോഡ് PMT, കണ്ടിന്യൂസ് ഡൈനോഡ് ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബാണ് നമ്മൾ പറഞ്ഞു. കർവ്ഡ് ഗ്ലാസ് ട്യൂബ് വിത്ത് റെസിസ്റ്റൻസ് കോട്ടിംഗ്, ഡിറ്റക്ട് സിംഗിൾ ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോണെ മാത്രമേ ഡിറ്റക്ട് ചെയ്യൂ. മൈക്രോ ചാനൽ പ്ലേറ്റ്, MCP, പാരലൽ അറേ ഓഫ് ചാനൽ ട്രോണ്, 2D പൊസിഷൻ സെൻസിറ്റീവ് ഡിറ്റക്ഷൻ. പാരലൽ അറേ ഓഫ് ചാനൽ ട്രോൺ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പേരല്ല കേട്ടോ. ദെൻ മൈക്കിൾസോൺ ഇന്റർഫെറോമീറ്റർ, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഈ സാധനം. എന്താണ് ഇന്റർഫെറോമീറ്റർ? ആൻഡ് ഇന്റർഫെറോമീറ്റർ സ്പ്ലിറ്റ് ലൈറ്റ് ഇൻറ്റു 2 ബീം, ലൈറ്റിനെ 2 ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അലോ ദം ടു ട്രാവൽ ഡിഫറെൻ്റ് പാത്ത്, ഈ രണ്ടെണ്ണവും ഡിഫറെൻ്റ് പാത്തിൽ ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ദെൻ റീകമ്പൈൻ ദം ടു ക്രിയേറ്റ് ഇന്റർഫറൻസ്, എന്നിട്ട് ഇവരെ വീണ്ടും റീകമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇന്റർഫറൻസ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ആദ്യം ഇന്റർഫെറോമീറ്റർ ലൈറ്റിന് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, 2 ഡിഫറെൻ്റ് പാത്ത് ഫോളോ ചെയ്യിപ്പിക്കുന്നു, അതിനുശേഷം ഇവരെ വീണ്ടും ഇന്റർഫറൻസ് ചെയ്യിപ്പിക്കുന്നു, കൂട്ടിച്ചേർക്കുക. യൂസ് ഇൻ FTIR, ഫ്യൂറിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. Modern IR spectrometers uses Michelson interferometer instead of traditional dispersive monochromators. മോണോക്രോമാറ്റേഴ്സിന് പകരം ഇപ്പം പല ടെക്നിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർഫെറോമീറ്റേഴ്സ് ആണ്, ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ആണ്. കമ്പോണൻസ് ഓഫ് മൈക്കൽസോൺ ഇന്റർഫെറോമീറ്റർ. സോഴ്സ് IR സോഴ്സ് ആണ്, അത് ഗ്ലോബാർ ആയിരിക്കാം അല്ലെങ്കിൽ നേൺസ്റ്റ് ഗ്ലോബർ ആയിരിക്കാം, രണ്ടും എന്താ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. ബീം സ്പ്ലിറ്റർ, സെമി ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ, KBRO, ജെർമേനിയം കോട്ടഡ് മെറ്റീരിയലോ, അതാണ് ബീം സ്പ്ലിറ്റർ. 50% ട്രാൻസ്മിറ്റ്സ് ലൈറ്റും 50% റിഫ്ലക്ട് ലൈറ്റും. ഫിക്സഡ് മിറർ, സ്റ്റേഷനറി മിററാണ്. മൂവിങ് മിറർ, മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് പ്രിസൈസ്ലി, ചേഞ്ചസ് പാത്ത് ലെങ്ത്, പാത്ത് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത് മൂവിങ് മിററാണ്. സാമ്പിൾ, പൊസിഷൻഡ് ഇൻ ദ ലൈറ്റ് ബീം, ലൈറ്റ് ബീമിലായിരിക്കും നമ്മൾ സാമ്പിളിനെ പൊസിഷൻ ചെയ്യുന്നത്. ഡിറ്റക്ടർ, യൂഷ്വലി DTGSO അല്ലെങ്കിൽ MCTO. ഹൗ ഇറ്റ് വർക്ക്സ്, വർക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. IR ലൈറ്റ് ഫ്രം ദി സോഴ്സ് ഹിറ്റ്സ് ദി ബീം സ്പ്ലിറ്റർ, ബീം സ്പ്ലിറ്ററിൽ ഹിറ്റ് ചെയ്യുന്നു. ബീം സ്പ്ലിറ്റർ നമ്മൾ പറഞ്ഞായിരുന്നു, ബീം സ്പ്ലിറ്റർ 50% ട്രാൻസ്മിഷൻ, 50% റിഫ്ലക്ഷൻ. ബീം സ്പ്ലിറ്റർ KBR, ജെർമേനിയം കോട്ടറാണ്. ഓക്കെ, ഹിറ്റ് ചെയ്യുന്നു. ഹാഫ് ഗോസ് ഫിക്സഡ് മിറർ, ഹാഫ് ഗോസ് ടു മൂവിങ് മിറർ. ഇതിൽ 50% ഫിക്സഡ് മിററിലോട്ടും 50% മൂവിങ് മിററിലോട്ടും പോകും. ഓക്കെ, ദെൻ ബോത്ത് ബീം റിഫ്ലക്ട് ബാക്ക് ടു ബീം സ്പ്ലിറ്റർ, ഈ 2 ബീമും ബീം സ്പ്ലിറ്ററിലോട്ട് തിരിച്ചു വരും. ബീം റീകമ്പൈൻ ആൻഡ് ഇന്റർഫിയർ, വീണ്ടും ഈ ബീമിനെ നമ്മൾ റീകമ്പൈൻ ചെയ്യും. ഇന്റർഫറൻറ്റ് ബീം പാസസ് ത്രൂ ദി സാമ്പിൾ, ഇന്റർഫറൻസ് ബീമിനെ സാമ്പിളിലൂടെ പാസ് ചെയ്യും. ഡിറ്റക്ടർ മെഷർ ഇന്റൻസിറ്റി.
ഇൻറ്റൻസിറ്റി ഡിറ്റക്ടർ മെഷർ ചെയ്യും. അപ്പോൾ ആദ്യം ലൈറ്റ് സോഴ്സ് മീൻസ് ലൈറ്റ് വരുന്നു, ലൈറ്റ് സോഴ്സ് ബീം സ്പ്ലിറ്ററിൽ ഹിറ്റ് ചെയ്യുന്നു, ബീം സ്പ്ലിറ്റർ അത് രണ്ടായിട്ട് അതിനെ ഇതാക്കുന്നു, രണ്ട് മിററിലോട്ട്, ഫിക്സഡ് മിററിലും മൂവിങ് മിററിലോട്ടും കടത്തി വിടുന്നു. അതിനുശേഷം അത് രണ്ടും ബീം സ്പ്ലിറ്ററിലോട്ട് തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു, അതിനെ ബീംസിനെ റീകമ്പൈൻ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് സാമ്പിളിലോട്ട് കടത്തി വിടുന്നു. എന്നിട്ടാണ് ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. Key components: optical path difference. When moving mirror moves, path difference between two beams changes. This creates constructive and destructive interference. Different wavelength interfere at different position. Detector records the interferogram. അതായത് പാത്ത് ലെങ്ത്തിന് ഡിഫറൻസ് വരുന്നത് വഴി കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഡിഫറെൻറ്റ് പൊസിഷനിലായിരിക്കും ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വേവ് ലെങ്ത് ഏതൊക്കെ പൊസിഷൻ എന്നൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കോമൺലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ മോണോക്രോമാറ്ററിന് പകരം, മോണോക്രോമാറ്റർ എന്തുവാ സെലക്ട് ചെയ്ത് കടത്തിവിടാം, അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഇത്. അത്രയുള്ള വ്യത്യാസം. കീ കൺസെപ്റ്റ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നമ്മൾ പറഞ്ഞതാണ്. മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോം ആണ്. ഫൂറിയർ ട്രാൻസ്ഫോം കൺവേർട്സ് ഇന്റർഫെറോഗ്രാം ടൈം പൊസിഷൻ ഡൊമൈൻ ആണ് ഇൻറ്റു സ്പെക്ട്രം ഫ്രീക്വൻസി ഡൊമൈൻ. ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂറിയർ ട്രാൻസ്. അതായത് ടൈം പൊസിഷൻ ഡൊമൈനെ ഫ്രീക്വൻസി ഡൊമൈനാക്കി കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ FTI ഫ്യൂറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ടൈം ഓർ പൊസിഷൻ ഡൊമൈനെ ഫ്രീക്വൻസി ഡൊമൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അഡ്വാൻറ്റേജ് ഓഫ് FTIR ഓവർ ഡിസ്പേഴ്സീവ് IR, നോർമൽ IRനെ കാട്ടിയുള്ള അഡ്വാൻറ്റേജ്. Fellaget's advantage: all wavelength measured simultaneously, better signal to noise ratio, faster measurement. Jacquelin's advantage: multiplex advantage, ഇത് throughput advantage ആണ്. No slit needed, more light reaches detector, better sensitivity. Internal laser interference for wavelength calibration, better wavelength accuracy and precision, reproducible result. Complete spectrum in 1 or less seconds, good for kinetic studies, easily adjustable, can achieve very high resolution. Just advantage ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ആപ്ലിക്കേഷൻ റൊട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ഐഡന്റിഫിക്കേഷൻ, പോളിമർ ക്യാരക്ടറൈസേഷൻ, സർഫസ് അനാലിസിസ്, ഗ്യാസ് അനാലിസിസ്, ക്വാളിറ്റി കൺട്രോൾഡ്, ടൈം റിസോൾവ്ഡ് സ്പെക്ട്രോസ്കോപ്പി. ജസ്റ്റ് ഒരു മീൻസ് ഒരു എന്താ പറയുക, ഒരു കമ്പാരിസൺ ആണ്. യൂവിസിബിൾ ലൈറ്റ് ആണ്. IR FTIR ഇൻഫ്രാറെഡ് ആണ്. ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ആണ്. AS യൂവിസിബിൾ ആണ്. ഓൾമോസ്റ്റ് ഇതെല്ലാം യൂവിസിബിൾസ് ആണ്. യൂവിസിബിൾ തന്നെ അതേപോലെ തന്നെ ഫ്ലൂറസെൻസ്, AS ICP AS ഇതെല്ലാം യൂവിസിബിൾ ആണ്. XPS എക്സ്റേസ് ആണ്, ഇത് ഇൻഫ്രാറെഡ് ആണ്. ബാക്കി എല്ലാം യൂവിസിബിൾ ആണ്. XPS എക്സ്റേയും ദെൻ IR ഇൻഫ്രാറെഡും, ബാക്കിയെല്ലാം യൂവിസിബിൾ ആണ്. യൂവിസിബിൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്നു. ഇൻഫ്രാറെഡിൽ മോളിക്കുലർ വൈബ്രേഷൻസ് ആണ്. ഫ്ലൂറസെൻസിൽ ഫ്ലൂറസെന്റ് മോളിക്യൂൾസ് ആണ്. ASൽ മെറ്റൽ കോൺസെൻട്രേഷൻ, ASൽ മൾട്ടി എലമെന്റ് അനാലിസിസ്, ഒരുപാട് ഡയോഡ് വെച്ച മൾട്ടി എലമെന്റ് അനാലിസിസ്. ICP ASലാണ്. XPSൽ സർഫസ് കോമ്പോസിഷൻ. ശരിയല്ലേ? ദെൻ സാമ്പിൾ സ്റ്റേജ് ആണ്. ലിക്വിഡോ ഗ്യാസോ ആവും യൂവിസിബിളിൽ. സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഏത് വേണമെങ്കിലും ആവാം. ലിക്വിഡ് സോളിഡ് ആവും ഫ്ലൂറസെൻസിൽ. ആറ്റമൈസ്ഡ് സാമ്പിളാണ് ASലും FESലും. നെബുലൈസർ ഒക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോളിഡ് ആണ് XPS. കീ കൺസെപ്റ്റ്സ് ടു റിമെമ്പർ ആണ്. 1, ഹയർ എനർജി ആണെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും. എനർജിയും വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏറ്റവും എനർജി കൂടുതൽ എക്സ്റേക്കാണ്. കോസ്മിക് റേ ഇല്ല, എക്സ്റേക്കാണ് എനർജി കൂടുതൽ. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോസിനാണ്. പിയർ ലാംബർട്സ് ലാ അറിയാലോ, A=εc. സ്റ്റോക്ക് ഷിഫ്റ്റ് അറിയാലോ, മറ്റേ എന്താ വേവ് ലെങ്ത്, അതായത് എമിറ്റഡ് ഇതിൻ്റെ വേവ് ലെങ്ത് അബ്സോർബൻസിനെക്കാട്ടും കൂടുതലായിരിക്കും. എമിഷൻ വേവ് ലെങ്ത് എക്സൈറ്റേഷൻ വേവ് ലെങ്തിനെക്കാട്ടി എമിഷൻ വേവ് ലെങ്ത് കുറവായിരിക്കും. വേവ് ലെങ്ത് കുറവ്, ദാറ്റ് മീൻസ് അങ്ങോട്ട് പോകുന്ന എനർജി ആയിരിക്കത്തില്ല തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോകുന്ന എനർജി കൂടുതലും തിരിച്ചു വരുന്ന എനർജി കുറവായിരിക്കും. എനർജി ലോസ് ഓഫ് ഹീറ്റ്. അറ്റോമിക് വേഴ്സസ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. അറ്റോമിക്കിനകത്ത് മെഷർ ഇൻഡിവിജ്വൽ ആറ്റംസ് ആണ്, പക്ഷെ മോളിക്കുലർ അങ്ങനെയല്ല, മെഷർ മോളിക്യൂൾസ് ആണ്. അബ്സോർപ്ഷൻ വേഴ്സസ് എമിഷൻ. അബ്സോർപ്ഷനകത്ത് ലൈറ്റ് അകത്തോട്ട് കയറുന്നു, എമിഷനകത്ത് പുറത്തോട്ട് വരും. സർഫസ് വേഴ്സസ് ബൾക്ക്. സർഫസ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ XPS ആണ് നോർമലി സർഫസ്. ബൾക്കാണ് യൂവിസിബിൾ, IR AS എല്ലാം ബൾക്കാണ്. റെസൊല്യൂഷൻ. എബിലിറ്റി ടു സെപ്പറേറ്റ് ക്ലോസ് വേവ് ലെങ്ത് ഓർ പീക്സ്. ബെറ്റർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ഷാർപ്പർ പീക്ക് ആയിരിക്കും. എപ്പോഴും ബെറ്റർ റെസൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. ദെൻ സ്പെക്ട്രോസ്കോപ്പി ഇൻവോൾവ് ട്രാൻസിഷൻ. ഇലക്ട്രോൺ ജമ്പ് ആണ് യൂവിസിബിളും XPSലും.
ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ ആണ്. IR ബോണ്ട് വൈബ്രേഷൻസ് ആണ്. ASലും ആറ്റംസ് ആണ് എക്സൈറ്റ് ചെയ്യുന്നത്. തിരിച്ചു പോലെ ഇവിടെ രണ്ടിടത്ത് നമുക്ക് എക്സൈറ്റേഷൻ ആണ്, പക്ഷെ ഇവിടെ ഇലക്ട്രോൺസ് ആണ് UV വിസിബിളിലും XPSലും. UV വിസിബിളിൽ ഇലക്ട്രോണിക് എനർജി ലെവൽസ് എക്സൈറ്റേഷൻ, XPSൽ നമ്മുടെ എക്സ്റേ കൊടുക്കുന്ന എക്സൈറ്റേഷൻ, അവിടെ ഇലക്ട്രോൺസ് ആണ് കൊടുക്കുന്നത്. ആറ്റംസ് എക്സൈറ്റ് ചെയ്യുന്നതാണ് ASലും AESലും. അവിടെ എക്സൈറ്റേഷൻ തന്നെയാണ്, പക്ഷേ ഇലക്ട്രോൺ അല്ല, ആറ്റംസ് ആണ് എനർജി മേടിച്ചിട്ട് എക്സൈറ്റേഷൻ നടത്തുന്നത്. സോഴ്സ്, സാമ്പിള്, ഡിറ്റക്ടർ, അബ്സോർപ്ഷന്റെ കേസ്. മറ്റേത് അങ്ങനെയല്ല, സോഴ്സ്, സാമ്പിള്, ലൈറ്റ് എമിറ്റർ, ഡിറ്റക്ടർ. സോഴ്സ്, സാമ്പിള്, പിന്നെ പോകുന്ന ലൈറ്റ് നേരെ ഡിറ്റക്ടറിലോട്ടാണ്, എന്നിട്ട് ആ ഡിറ്റക്ടർ ചെന്നിട്ടാണ് അബ്സോർബ് ചെയ്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ അങ്ങനല്ല, സോഴ്സ്, സാമ്പിള്, ലൈറ്റ് എമിറ്റഡ്, പിന്നാണ് ഡിറ്റക്ടർ. ആ എമിറ്റ് ചെയ്ത ലൈറ്റാണ് ഡിറ്റക്ടർ മെഷർ ചെയ്യുന്നത്. കാരണം അബ്സോർബ് ചെയ്തു, തിരിച്ചു റേഡിയേഷൻ വരുന്നു, അബ്സോർബ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നതിനെ നോക്കിയാൽ അബ്സോർപ്ഷൻ. തിരിച്ചു പോകുന്നതിനകത്ത് എത്രത്തോളം മിസ്സിംഗ് ആണ് അത്രത്തോളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. വരുന്നു, റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, പോകുന്നതിനെ നോക്കുന്നില്ല, അബ്സോർബ് ചെയ്ത് ഈ റേഡിയേഷൻ ഇയാൾ എമിറ്റ് ചെയ്യും, ആ എമിറ്റ് ചെയ്തതിനെ നോക്കുന്നു. അതാണ് എമിഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഫ്ലൂറസെൻസ്. ദെൻ അണ്ടർസ്റ്റാൻഡ് വൈ കമ്പോണൻറ്റ്സ് മാറ്റർ. സോഴ്സ് പ്രൊവൈഡ് റൈറ്റ് എനർജി, മോണോക്രോമാറ്റർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സാമ്പിൾ ഹോൾഡർ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിറ്റക്ടർ നമ്മളുടെ ലൈറ്റിന് നമുക്ക് മെഷറബിൾ സിഗ്നൽ ആക്കി തരാം. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ IR യൂസ് ചെയ്യുക, ബോണ്ട് വൈബ്രേഷൻസ് ഒക്കെ. മെറ്റൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ AS യൂസ് ചെയ്യാം, സർഫസ് അനാലിസിസ് ആണെങ്കിൽ XPS, കളേർഡ് സൊല്യൂഷൻ ആണെങ്കിൽ UVs. MCQസിലോട്ട് പോകാം.